പ്രഥമ ദൃഷ്ടിയാല് അത്ര എളുപ്പമുള്ള ഒരു വിഷയമല്ല ഈ ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സ് എന്ന് പറയുന്നത്. പക്ഷേ വിശുദ്ധ ഗ്രന്ഥ പഠനത്തില് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രം അല്ലെങ്കിൽ ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 17, നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി കിട്ടിക്കാണും നമ്മുടെ ഈ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആണെങ്കിലും. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഡീല് ചെയ്യുന്ന 17 ടൈറ്റിലോട് കൂടിയ ഭാഗങ്ങളാണ്. ഇതില് ചില അധ്യായങ്ങൾ അതുപോലെ നമ്മൾ പോകുന്നില്ല, കാരണം വേറെ ഒരു ചില അധ്യായങ്ങളില് അത് ഓൾറെഡി വിശകലനം ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നത് ബൈബിൾ വ്യാഖ്യാനം, ബൈബിൾ കാനോനിക ഗ്രന്ഥം, ബൈബിൾ ദൈവനിവേശിത ഗ്രന്ഥം, ബൈബിൾ വ്യാഖ്യാന ചരിത്രം, ബൈബിൾ വ്യാഖ്യാനം കത്തോലിക്ക വീക്ഷണത്തില്, ബൈബിൾ വ്യാഖ്യാന രീതികള്, വ്യാഖ്യാനത്തിന്റെ നൂതന ആഭിമുഖ്യങ്ങള്, വ്യാഖ്യാനവും ചരിത്ര വിമർശന രീതിയും, സാഹിത്യ വിശകലന രീതികള്, പാരമ്പര്യാധിഷ്ഠിത സമീപനങ്ങൾ, മാനവശാസ്ത്ര സമീപനങ്ങൾ, സന്ദർഭാധിഷ്ഠിത സമീപനങ്ങൾ, തീവ്രവാദ വ്യാഖ്യാനം, ദൈവനിവേശിത ഗ്രന്ഥത്തിന്റെ അർത്ഥതലങ്ങൾ, കത്തോലിക്ക വ്യാഖ്യാനവും പശ്ചാത്തല അറിവുകളും, സഭാ പാരമ്പര്യത്തിലെ വ്യാഖ്യാനം എന്നിങ്ങനെ ഉള്ള ഈ 17 ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആദ്യമായി തന്നെ ബൈബിൾ വ്യാഖ്യാനത്തെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഈ ബൈബിള് എന്തിനാണ് വ്യാഖ്യാനിക്കുന്നത്? ഇനി ഈ ബൈബിളിന്റെ ഇതിന്റെ സ്വഭാവം എന്താണ്? ഇതിനൊരു വ്യാഖ്യാനം ആവശ്യമാണോ? തീർച്ചയായിട്ടും. ഏകദേശം 3000 വർഷത്തെ ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിന് അല്ലെങ്കിൽ ബൈബിളിന് ഉള്ളത്. ഇനി ഇത് എഴുതുവാനായിട്ട് ഏകദേശം 1100-ലേറെ വർഷങ്ങൾ എടുക്കുകയും ചെയ്തു. ഇനി ഇതിന്റെ രചയിതാക്കളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാലോ? പല ഭാഷകൾ സംസാരിച്ചിരുന്നവര്, പല കാലഘട്ടത്തിലുണ്ടായിരുന്നവര്, പല സ്ഥലങ്ങളിലുണ്ടായിരുന്നവര്, ഇങ്ങനെ വ്യത്യസ്ത വ്യക്തികൾ വ്യത്യസ്ത കാലങ്ങളില് വ്യത്യസ്ത സ്ഥലങ്ങളില് ഇരുന്നു കൊണ്ട് രചിച്ചതാണ് നമ്മളുടെ കൈവശം ഇന്നുള്ള ഈ വിശുദ്ധ ഗ്രന്ഥം. ഇന്ന് നമ്മുടെ കൈവശമുള്ളതെന്ന് പറയത്തില്ല, കാരണം ഒറിജിനൽ ആയിട്ടുള്ള മൂലകൃതികൾ നമുക്ക് ഇന്ന് ലഭ്യമല്ല. വീണ്ടും ഇതിലെ രചനകൾ, ആഖ്യാനങ്ങൾ, നരേഷൻസ്, അതുപോലെ തന്നെ കഥകള്, നോവലുകള്, കവിതകള്, ഗീതങ്ങള്, നിയമസംഹിതകള്, ഇങ്ങനെ പലതരത്തിലുള്ള ലിറ്റററി ക്യാരക്ടറിസ്റ്റിക്സോട് കൂടിയതാണ് നമ്മുടെ കയ്യിലുള്ള ഈ പുസ്തകം. അതുകൊണ്ട് തന്നെ ഇതിനൊരു വ്യാഖ്യാനം അനിവാര്യമാണ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ബൈബിൾ. ഇപ്പൊ നമ്മൾ കണ്ടതിന്റെ തന്നെ വിശദീകരണം. ബൈബിൾ ഒരു ചരിത്ര ഗ്രന്ഥമാണ്. ഇനി ബൈബിൾ എന്തുകൊണ്ടാണ് ഒരു ചരിത്ര ഗ്രന്ഥം എന്ന് പറയുന്നത്? നമ്മളിപ്പോ അതുപോലെ തന്നെ ബൈബിളില് ഈ ചരിത്ര ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഈ ബൈബിള് ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു നീണ്ട ഒരു കാലഘട്ടത്തിന്റെ ഒരു ചരിത്രമുണ്ട്, ഒരു രൂപീകരണ ചരിത്രമുണ്ട്. അതുപോലെ തന്നെ ചരിത്രത്തിൽ നടന്ന പല സംഭവങ്ങളെയുമാണ് ഇന്നിത് വെളിച്ചത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് നമുക്കറിയാം പ്രവാസ കാലഘട്ടങ്ങളെ കുറിച്ച്, രാജവാഴ്ചകളെ കുറിച്ച്, യുദ്ധങ്ങളെ കുറിച്ച്, ഇങ്ങനെ ചരിത്രത്തിൽ നടന്ന പല കാര്യങ്ങളുമാണ് ഈ പുസ്തകത്തിൽ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. അടുത്തത്, ബൈബിളിൽ ചെറുതും വലുതുമായ ഭേദഗതികള് വരുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പം ഓരോ കാലഘട്ടത്തിലും ഇതിന് വന്നിരിക്കുന്ന റിഡാക്ഷണൽ എഡിഷൻസിന്റെ എല്ലാം ബേസില് ഇതിന്റെ അകത്ത് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് വ്യാഖ്യാനം അനിവാര്യമാണ്. അടുത്തത്, ബൈബിൾ ഒരു സമൂഹത്തിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ലിഖിത ആവിഷ്കാരം ആണ്. അതായത് ഒരു പ്രത്യേക സമൂഹത്തിന്റെ വിശ്വാസത്തിലും അവരുടെ കാഴ്ചപ്പാടുകളിലും അവരുടെ അനുഭവങ്ങളിലും അവരുടെ ദർശനങ്ങളിൽ നിന്നുമാണ് ഈ വിശുദ്ധ ഗ്രന്ഥം രൂപം കൊണ്ടത്. അവയുടെ മുഴുവനും ലിഖിത വിശ്വാസ പ്രഖ്യാപനമാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ വിശുദ്ധ ഗ്രന്ഥം. അടുത്തത് നമ്മൾ കാണുന്നത് രചന നടന്ന സംസ്കാരം. അതിനെക്കുറിച്ചും നമ്മൾ ഇന്ന് ആഴത്തിൽ പഠിക്കണം. ഇതിന് പല വിധത്തിലുള്ള പല സംസ്കാരങ്ങള് ഇതിന്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ വായനക്കാരനും അതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഈ പുസ്തകവും തമ്മിലുള്ള
ഒരു ബന്ധം അതിന്റെ പൂർണ്ണമായി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആഴത്തിൽ പഠിക്കണം. അടുത്തത് ഐതിഹ്യ ഭാഷാ സങ്കേതങ്ങൾ അല്ലെങ്കിൽ മിത്തിക്കൽ അപ്രോച്ച്. ബൈബിളിന്റെ ഭാഷാ ശൈലിയിൽ അനേകം സാങ്കല്പിക സങ്കേതങ്ങൾ അല്ലെങ്കിൽ മിത്തിക്കൽ ലാംഗ്വേജസും ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണം അത് നമുക്ക് നിങ്ങളുടെ ബുക്കുകൾ കാണും, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ലവിയാഥന്, അതുപോലെ തന്നെ ബാക്കാത്താട് വരെയുള്ള സങ്കീർത്തനത്തിന്റെ അകത്തോട്ട് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ സങ്കീർത്തനം 74, 82, 89, 94 ഇങ്ങനെ കുറെ, അതായത് നമുക്ക് പ്രഥമ ദൃഷ്ടിയ മനസ്സിലാകാത്ത വിധത്തിലുള്ള മിത്തിക്കൽ ആയിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള ഭാഷകള് ഇതിന്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ഒരു പരിധി വരെ കാരണങ്ങളെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിന്റെ വിവിധ കാലഘട്ടത്തിലെയും അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലും നിലനിന്നിരുന്ന ചില വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പോകുന്നത്. വീണ്ടും ആവർത്തനങ്ങളും വൈരുദ്ധ്യങ്ങളും. ഇവിടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സൃഷ്ടിയുടെ വിവരണം തന്നെ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജലപ്രളയത്തെ കുറിച്ചുള്ളത് അബ്രാഹവും സാറായുമായിട്ടുള്ള, അതായത് സഹോദരിയായിട്ട് തന്നെ രണ്ടിടത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരേ കാര്യങ്ങൾ തന്നെ പല സ്ഥലങ്ങളില് വ്യത്യസ്ത, ഏകദേശം ഒരേ അർത്ഥമായിരിക്കും, ചിലപ്പോൾ വ്യത്യസ്ത വ്യക്തികളുടെ മുൻപിലായിരിക്കാം. ഇങ്ങനെ ആവർത്തനങ്ങള് അതുപോലെ തന്നെ വൈരുദ്ധ്യങ്ങളും അവിടെ കാണാറുണ്ട്. ഈ അടുത്ത് നമ്മൾ കാണുന്നത് മതാത്മക ഭാഷയെ കുറിച്ചിട്ടാണ്. ഇവിടെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഇതൊരു ചരിത്ര ഗ്രന്ഥമായിട്ടോ അതുപോലെ തന്നെ ഒരു സാഹിത്യ ഗ്രന്ഥമായിട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഇതിനെ ഒരു സയന്റിഫിക് വർക്കായിട്ട്, അതായത് ഇപ്പൊ ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന വിധത്തിലുള്ള പുസ്തകങ്ങളൊക്കെ പോലെ ഒരു സയന്റിഫിക് വർക്കായിട്ട് നമ്മൾ ഈ ബൈബിളിനെ പഠിക്കുവാൻ നോക്കിയാൽ അത് നമുക്ക് സാധിക്കുകയില്ല. ഇതിനെ ഒരു ചരിത്ര ഗ്രന്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. ഇനി അടുത്തത് ബൈബിളിലെ ദുർഗ്രഹ വചനങ്ങള്. അതായത് ദാനിയേലിന്റെ പുസ്തകം 4:2 നമ്മൾ കാണുന്നുണ്ട്. ദാനിയേൽ വിശുദ്ധ ഗ്രന്ഥ ദാനിയേല് തന്നെ ജെറമിയായുടെ പ്രവചനങ്ങളുടെ അർത്ഥം ഗ്രഹിക്കാൻ ദീർഘനാള് ദാനിയേല് ധ്യാനിച്ചതായിട്ട് നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഏശയ്യ 53:7-8 വായിച്ച ശേഷം വ്യാഖ്യാനിക്കാൻ ആരുമില്ലാത്തതിനാൽ അർത്ഥമറിയാതെ ഉഴറുന്ന എത്യോപ്യക്കാരൻ ഷണ്ടന്റെ കഥ നടപടി പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുസ്തക പ്രവർത്തനങ്ങൾ 8:26-35. നിങ്ങൾ ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ 10ാമത്തെ പേജിലാണ് നിൽക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് വചന വ്യാഖ്യാനത്തിലെ ചില ആഭിമുഖ്യങ്ങളൊക്കെ കൂടെയാണ്. അതായത് നവോത്ഥാന കാലഘട്ടം, നവോത്ഥാന കാലഘട്ടം വരെ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനം പൂർണ്ണമായും വിശ്വാസത്തിന്റെ വെളിച്ചത്തിലായിരുന്നു. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ നമുക്കറിയാം ഒരു 18th സെഞ്ചുറിയൊക്കെയാണ്. അത്രയും നാളുകള് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പോലെ ഇതിനെ കൂടുതലായിട്ട് വ്യാഖ്യാനിക്കാൻ നമുക്ക് അതിനെ കൂടുതൽ ഒരു ക്രിട്ടിക്കൽ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കാത്ത വിധത്തിൽ തന്നെ ഇതിനെ ആ ഒരു വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള പഠനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ കാണുന്നത് ചരിത്ര വിശകലന രീതിയിലേക്കാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇവിടെ ഈ ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡിൻ്റെത് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും മറ്റേതൊരു ഗ്രന്ഥത്തെ പോലെയും, അതായത് ഇത്രയും വർഷങ്ങളുടെ പഴക്കമുള്ള ഇത്രയും വിശ്വാസത്തിലേക്ക് നമ്മളെ ആഴപ്പെടുത്തുന്ന തമ്പുരാന്റെ ഈ വചനം, ഇത് നമ്മൾ പഠിക്കുന്നത് മറ്റ് ഗ്രന്ഥങ്ങളെ പോലെ തന്നെ ഇതിന്റെ പിന്നിലും ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് നമുക്ക് ആവശ്യമാണ് എന്നുള്ളതിനെ കുറിച്ച് ആവശ്യമായി വന്നു. അത് കൂടുതലും പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളുടെ ഇടയിലാണ് ആദ്യമായി തന്നെ ഒരു ആഴമായിട്ടുള്ള ഒരു
ബൈബിൾ വിശകലന രീതി നിലവിൽ വന്നത്. ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഉത്ഭവത്തെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ സാംസ്കാരിക സ്വാധീനങ്ങളെ വസ്തുതാപരമായി അപഗ്രഥിക്കാൻ കഴിവുള്ള ശൈലി എന്ന നിലയിൽ ഈ രീതി കാലാന്തരത്തില് അംഗീകാരം നേടിവന്നു. ഇനി നമുക്കറിയാം 12-ാം പിയൂസ് മാർപ്പാപ്പയുടെ ഡിവീനോ അഫ്ലാന്തെ സ്പിരിത്തു എന്ന് പറയുന്ന ചാക്രിക ലേഖനം, അതുപോലെ തന്നെ ദൈവവചനത്തെ സൂചിപ്പിക്കാൻ പുതിയ നിയമഭാഷയായില് പ്രധാനമായിട്ടും 2 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ലോഗോസ്, റേമ എന്ന 2 പദങ്ങളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ലോഗോസ് എന്ന് പറയുന്നത് ലോഗോസ്, ഇതിന് രണ്ടിനും വചനം എന്ന, ഈ ലോഗോസ് എന്ന പദത്തിനും റേമ എന്ന പദത്തിനും 2 വാക്കുകൾക്കും വചനം എന്ന ഭാഷാന്തരം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും മലയാളത്തിലേക്ക്. ഇപ്പോൾ പ്രത്യേകിച്ചും വിശുദ്ധ ഗ്രന്ഥം പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് മൂലഭാഷകൾ എന്നുള്ളത്. നമുക്കറിയാം ഇംഗ്ലീഷിലെ ചില വാക്കുകൾ അതിനെ നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ ഒരു കാരണവശാലും അതിന്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് വരത്തില്ല. കാരണം അത്രമാത്രം ഇത് ആഴമുള്ള, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാക്ക് നമുക്ക് കിട്ടുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പദങ്ങൾ, അതായത് ലോഗോസ്, റേമ, ഈ പദങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ലോഗോസ് എന്ന് ഉപയോഗിക്കുന്നത് ഉദാഹരണമായി വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇതിന് വിശുദ്ധ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് പദം ലോഗോസ് എന്നുള്ളതാണ്. ഇനി പ്രത്യേക സാഹചര്യത്തിനും സന്ദർഭത്തിനും നൽകപ്പെടുന്ന ദൈവവചനമാണ് റേമ എന്ന് പറയുന്നത്. ഉദാഹരണം, മനുഷ്യൻ ജീവിക്കേണ്ടത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൂടിയാണ്. ഇവിടെ അതായത് ആദ്യം നമ്മൾ കണ്ടു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതിന് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ലോഗോസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ റെഫറൻസസ് നമ്മളൊന്ന് കാണുകയാണ്. റേമ ഉപയോഗിച്ചിരിക്കുന്ന ഒരു റെഫറൻസ് ആണ് മത്തായി 4:4. ഇവിടെ പറയുന്നു, മനുഷ്യൻ ജീവിക്കേണ്ടത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ട് കൂടിയാണ്. ഇവിടെ മത്തായി ഉപയോഗിക്കുന്നത് റേമ എന്ന പദമാണ്. ഇനി ഇവിടെ ആദ്യം നമ്മൾ കണ്ടത് ബൈബിളിലെ എല്ലാ ലിഖിത വചനങ്ങൾ അവയുടെ അക്ഷരാർത്ഥത്തിൽ എല്ലാ മനുഷ്യർക്കുമായി നൽകപ്പെട്ടതല്ല എന്നുള്ളതാണ്. ഇവിടെ രക്ഷകന്റെ വരവിനെ സൂചിപ്പിക്കാനായിട്ട് വചനം, ആ വചനം, അതിന് അവിടെ ലോഗോസ് ഉപയോഗിക്കുന്നു, ഇവിടെ റേമ എന്നുള്ളത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം, കിടക്കയും എടുത്ത് നടക്കുക, നീ സീലോഹായ് കുളത്തിൽ പോയി കഴുകുക തുടങ്ങിയവയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്? ഈ റേമ എന്ന പദം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കാണുന്നത് സഭ എന്തോ ഓക്കെ. അടുത്തത് നമ്മൾ കാണുന്നത് സഭാത്മകമായ പാരമ്പര്യ സ്വഭാവത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി അതായത് ബൈബിൾ എന്ന് പറയുന്നത് സഭ, ഈ തിരുവചനം സഭയിലാണ്, സഭയിലൂടെയാണ് നമുക്കിത് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വചന പഠനം എപ്പോഴും സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അടുത്തത്, നാനാർത്ഥങ്ങൾക്കുപരിയായി ഒരു ഗ്രന്ഥം രചിക്കപ്പെടുന്ന സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്ന് തികച്ചും നൂതനമായ ഒരു അർത്ഥം ചില പദങ്ങൾ ആർജിക്കാറുണ്ട്. ഉദാഹരണമായി നായ, ഫിലിപ്പി 3:2, വെളിപാട് 22:15 നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ അതായത് ഫിലിപ്പി 3:2 ഈ പദം ഒരു മൃഗം എന്ന അർത്ഥത്തിലുപരി ഒരു തിന്മ പ്രവർത്തിക്കുന്നവൻ അല്ലെങ്കിൽ തിന്മ പ്രവർത്തിക്കുന്നവൾ എന്നതിനെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് സ്വവർഗഭോഗി എന്ന ആർജിത എന്ന ഒരു അർത്ഥം കൂടി ഇതിനുണ്ട്. ഇത്തരം അർത്ഥങ്ങൾ സംസ്കാരവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കാതെ നായ്ക്കൾ സ്വർഗീയ ജെറുസലേമിൽ പ്രവേശിക്കില്ല എന്ന വചനഭാഗത്തെ അടിസ്ഥാനമാക്കി വിശുദ്ധ ഗ്രന്ഥത്തില് ജന്തുവിരോധമുണ്ടെന്നും ബൈബിൾ പരിസ്ഥിതിവാദത്തിന് ഭീഷണിയാണെന്നും സമർത്ഥിക്കും. മനസ്സിലാകും എന്ന് കരുതുന്നു. ഇത്
ഈ ഒരു വാക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം മനസ്സിലാക്കാനായിട്ട്. ഒരേ വാക്ക് തന്നെ പല അർത്ഥത്തില് പല സാഹചര്യങ്ങളില് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും. അതായത് ഒരു കാര്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുമ്പോൾ അതിന് നൽകുന്ന ഒരു വാച്യാർത്ഥം, പിന്നെ അതിന് ഇൻഡയറക്റ്റ് ആയിട്ട് നൽകുന്ന അർത്ഥങ്ങളും ഉണ്ട്. ഉദാഹരണം യോഹന്നാൻ 2:19, നിങ്ങൾ ഈ ദൈവാലയം തകർക്കുക, 3 ദിവസം കൊണ്ട് ഞാനിത് പണിതുയർത്തും. നിങ്ങൾ ഈ ദൈവാലയം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ എന്നതാണ് ഈ ദേവാലയം എന്ന് പറയുമ്പോൾ തന്നെ ജെറുസലേം ദേവാലയം, ഇതിനെ നിങ്ങൾ തകർക്കുക, 3 ദിവസം കൊണ്ട് ഞാനിത് പണിയും എന്ന് ഈശോ പറയുമ്പോൾ ഇവിടെ വരുന്ന വ്യംഗ്യാർത്ഥം എന്ന് പറയുന്നത് ഈശോയാകുന്ന ശരീരത്തെ, ഈശോയാകുന്ന ആലയത്തെ തകർക്കുക 3 ദിവസം കൊണ്ട് അവിടെ സൂചിപ്പിക്കുന്നത് ഈശോയുടെ ഉത്ഥാനവും ആണ്. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് ബൈബിൾ ഒരു കാനോനിക ഗ്രന്ഥം എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, നമ്മൾ ആദ്യം ബൈബിൾ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ കാനൻ എന്നതാണെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഈ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ആശാരിമാർ ഉപയോഗിക്കുന്ന ഒരു അളവുകോലിനെയാണ് ഈ കാനൻ എന്ന പദം കൊണ്ട് ഉപയോഗിക്കുന്നത്. AD 367 അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിരുന്ന താസ്യൂസ് ആണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവനിവേശിത ഗ്രന്ഥങ്ങളെ വിശേഷിപ്പിക്കാനായി ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. ദൈവവചനം ക്രിസ്തീയ ജീവിതത്തിന്റെ മാനദണ്ഡമാണ് എന്ന, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ അളക്കേണ്ടത്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് മുൻപോട്ട് നയിക്കേണ്ടത് ഈ ഒരു ദൈവവചനമാണ് എന്ന ഒരു വലിയൊരു അർത്ഥം നമുക്കിവിടെ നൽകുകയാണ്. ഇനി പഴയ നിയമ പുസ്തകങ്ങളുടെ കാനനാണ് നമ്മൾ കാണുന്നത്. അതില് തോറ ഗ്രന്ഥങ്ങൾ വാഗ്ദാന പേടകത്തില് നമുക്കറിയാം, ആദ്യം നിയമഗ്രന്ഥങ്ങൾ വാഗ്ദാന പേടകത്തില് സൂക്ഷിച്ചിരുന്നു. പിന്നീട് അവയെ ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്നു. ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ഇവിടെ ഈ തോറ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ പരമപ്രധാനമായ ഒന്നായിരുന്നു തോറ. അതായത് പഞ്ചഗ്രന്ഥി, നിയമം. തോറ എന്ന ഹെബ്രായ പദത്തിന്റെ അർത്ഥം നിയമം എന്നുള്ളതാണ്. ഈ നിയമം എന്ന് സൂചിപ്പിക്കുന്നത് ആദ്യത്തെ 5 പുസ്തകങ്ങളാണ്: ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം. ഈ പഞ്ചഗ്രന്ഥിക്ക് അല്ലെങ്കിൽ തോറായിക്ക് ഇവര് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇവരുടെ യാത്രകളിൽ മുഴുവനും ഇവര് നിയമങ്ങൾ വഹിച്ചുകൊണ്ട്, വാഗ്ദാന പേടകത്തിന്റെ അകത്ത് നിയമങ്ങൾ വഹിച്ചുകൊണ്ട് ഇവര് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് പ്രവചന ഗ്രന്ഥങ്ങളും കൂട്ടിച്ചേർത്തു. നമുക്കറിയാം യഹൂദ ബൈബിള് തനക്ക് എന്നറിയപ്പെടുന്നു. നബീം, അതായത് പ്രവചന ഗ്രന്ഥങ്ങള്. തനക്കില് ക എന്ന് പറയുന്നത്, ക എന്ന് പറയുന്നത് കെത്തുബീം, ലിഖിതങ്ങള്. ഇങ്ങനെ അതാണ് തോറ, നബി, കെത്തുബീം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് കാണുന്നത് പലസ്തീനിയൻ കാനനെ കുറിച്ചാണ്. അതായത് അല്ലെങ്കിൽ ജാമിയ സുനകദോസ് എന്ന് നമ്മൾ ഇത് അറിയപ്പെടുന്നു. AD 90 ചേർന്ന ജാമിയൻ സുനകദോസ് ആണ് പഴയ കാനന്റെ പട്ടിക അംഗീകരിച്ചത്, അതായത് ജാമിയ കൗൺസില്. അടുത്തത് നമ്മൾ കാണുന്നത് അലക്സാണ്ട്രിയൻ. ഈ ജാമിയ കൗൺസിലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതായത് ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന പുസ്തകങ്ങള് ഈ ജാമിയ കൗൺസിലിലെ കാനന്റെ പട്ടിക തയ്യാറാക്കിയപ്പോൾ 39 പുസ്തകങ്ങൾ മാത്രമാണ് ഇതിന്റെ അകത്ത് ചേർത്തിരുന്നത്. അതിനെ പലസ്തീനിയൻ കാനൻ എന്ന് വിളിക്കുന്നു. പിന്നീട് അതായത് ഉത്തര കാനോനിക ഗ്രന്ഥങ്ങള്, അത് ജ്ഞാനം, പ്രഭാഷകൻ, 1-2, മക്കബായർ, യൂദിത്ത്, എസ്തേർ, തോബിത്ത്, ഈ പുസ്തകങ്ങളാണ് ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. വീണ്ടും പലസ്തീനയിലെ യഹൂദര് ഈ പുസ്തകങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നത്. വീണ്ടും അടുത്തത് അലക്സാണ്ട്രിയൻ കാനൻ. ഇതിന്റെ അകത്ത് 46 നമ്മൾ ഉപയോഗിക്കുന്ന 46 പുസ്തകങ്ങളും ഈ അലക്സാണ്ട്രിയൻ കാനനിൽ ഉണ്ട്. അതായത് പലസ്തീനയ്ക്ക് വെളിയിലുള്ള യഹൂദർ ഉപയോഗിച്ചിരുന്ന പഴയ നിയമത്തിന്റെ ഗ്രീക്ക് വിവർത്തനം സെപ്തുജിന്ത് എന്ന് പറയുന്ന നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ, പഴയ നിയമത്തിന്റെ
എന്താണ് ഗ്രീക്ക് പരിഭാഷ എന്നറിയപ്പെടുന്നത് സെപ്തുജിന്ത് എന്നാണ്. അതാണ് അലക്സാൻഡ്രിയൻ കാനൻ. ഇതിന്റെ അകത്ത് നമുക്ക് 46 പുസ്തകങ്ങളും ഉണ്ട്. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചും നമ്മളുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. കാരണം ഹീബ്രു പശ്ചാത്തലത്തിൽ നിന്നും മാറി വിദേശങ്ങളിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും പഠിക്കുവാനും, പ്രത്യേകിച്ച് നമ്മൾ മുൻപേ കണ്ടു തോറ എന്ന് അവര് നിയമം അനുസരിച്ചോ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് കിട്ടിക്കൊണ്ടിരുന്നു, എന്ന് അവരുടെ ജീവിതത്തിലെ നിയമം പാലിക്കാതിരുന്നു അന്ന് അതിൻ്റെ അകത്ത് അവർക്ക് ശിക്ഷകൾ ലഭിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ഈ നിയമത്തിന് വളരെയേറെ പ്രാധാന്യം നൽകിയിരുന്നു. ഈ നിയമ വായനയിലും നിയമ പഠനത്തിലും നിയമം തലമുറകളെ പഠിപ്പിക്കുന്നതിലുമെല്ലാം വളരെയേറെ ഉത്സുകരായിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം ജീവിതത്തിൽ സംലഭ്യമാകുവാനായിട്ടുള്ള ഒരു നിമിത്തമാണ് ഈ വിശുദ്ധ വളരെ ബോധ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശികളായിരുന്ന യഹൂദർക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടതാണ് ഈ ഗ്രീക്ക് ബൈബിള് സെപ്തുജിന്ത്. നമ്മൾ കാണുന്നത് ഇതിലെ ഏതാനും ചില അനുമാനങ്ങളാണ്. അതായത് ഈ വസ്തുത ഇപ്പൊ നമ്മൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഗ്രീക്ക് പഴയ നിയമത്തില് അതായത് BC 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ 46 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ജാമ്യ കൗൺസിൽ സപ്തതി ബൈബിളിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്തത് ക്രൈസ്തവ വിദ്വേഷത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. നമുക്കറിയാം അവിടെ പലസ്തീനിയൻ യഹൂദരാണ് ഇവിടെ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരുന്നവര്. അവരുടെ ഇടയിലേക്ക് മിശിഹ ആഗതനാകുന്നു. മിശിഹായെ, അതായത് നമ്മൾ ഇനിയും കാണാൻ പോകുന്നുണ്ട്, പ്രവചനങ്ങളുടെ മുഴുവനും പൂർത്തീകരണമാണ്. ഈ മിശിഹായെ അവരുടെ കൂടെ ഒരുവനെ അംഗീകരിക്കുവാൻ, അതായത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി കടന്നു വന്ന മിശിഹായെ തിരിച്ചറിയുവാനായിട്ട് യഹൂദർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇവരൊരു വിദ്വേഷം, യഹൂദ ക്രൈസ്തവരോട് ഇവരൊരു വിദ്വേഷം പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യ കൗൺസിലില് ഈ 36 പുസ്തകങ്ങൾ മാത്രം അവര് അംഗീകരിച്ചത്. പലസ്തീനയ്ക്ക് യഹൂദർ 46 പുസ്തകങ്ങളെ വിശുദ്ധ ഗ്രന്ഥങ്ങളായി കരുതുന്നു. ഇനി നമ്മൾ കാണുന്നത് സഭാപിതാക്കന്മാരുടെ പഠനങ്ങളെ കുറിച്ചാണ്. അതായത് വിശുദ്ധ ജെറോം, അതായത് പൾഗേറ്റ് വിശുദ്ധ ഗ്രന്ഥം ലത്തീനിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വിശുദ്ധ ജെറോമാണ്. ബൈബിൾ വിജ്ഞാനീയത്തിന്റെ പിതാവായിട്ടാണ് വിശുദ്ധ ജെറോം അറിയപ്പെടുന്നത്. ഇനി പഴയ നിയമ ഗ്രന്ഥങ്ങള് 46 എണ്ണം ഉണ്ടെന്ന് ജെറോം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. കാരണം അത്രമാത്രം ആഴമായ അവഗാഹം വിശുദ്ധ ഗ്രന്ഥത്തില് വിശുദ്ധ ജെറോമിനുണ്ടായിരുന്നു. 36, 32 ഒന്നുമല്ല, 46 ഗ്രന്ഥങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തില് ഉണ്ട് എന്ന് ജെറോം വളരെ കൃത്യമായി അഫേം ചെയ്യുകയാണ്. ഇനി നമ്മൾ കാണുന്നത് ഒരിജിനെ കുറിച്ചാണ്. സഭ ഉപയോഗിക്കുന്ന ബൈബിളാണ് യഥാർത്ഥ ബൈബിൾ. ഏറ്റവും അധികം എനിക്ക് നിങ്ങളെ കുറിച്ച് ഒത്തിരിയേറെ അഭിമാനമുണ്ട്. ഇപ്പൊ എത്ര പേരുണ്ടെന്നുള്ളത് 177 പേരെയാണ് ഇവിടെ പാർട്ടിസിപ്പൻസ് ആയിട്ട് ഞാൻ കാണുന്നത്. എനിക്ക് ഒത്തിരിയേറെ അഭിമാനമുണ്ട്. നമ്മളെപ്പോഴും എക്ലേസിയോളജിയിൽ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചു കാണും, സെന്തിരക്കും, അതായത് ഫീൽ വിത്ത് ദ ചർച്ച്, ഈ സഭയോട് ചേർന്ന് നിൽക്കുക. ആ ഒരു സഭയോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള കൊതിയാണ് ഇന്ന് നിങ്ങളെ ഈ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പഠന പരമ്പരയില് നിങ്ങളൊക്കെ ഭാഗഭാക്കുകളാകുന്നത്. എന്തുകൊണ്ടോ ഒരിജിൻ പറയും, സഭ ഉപയോഗിക്കുന്ന ബൈബിളാണ് യഥാർത്ഥ ബൈബിള്, സഭയുടെ പ്രബോധനങ്ങള്. ഇത് ഒരു കൂട്ടായ്മയാണ്. ആഴമായ പഠനത്തിന്റെയും ദീർഘമായ തപസ്സിന്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റേതും എല്ലാം ഫലമാണ്. ഈ സെപ്തുജിന്തിന്റെ പരിഭാഷയെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഈ പേര് വന്നത് തന്നെ 70 പണ്ഡിതരിരുന്ന് പരിഭാഷപ്പെടുത്തിയതാണ്. കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളുടെ POC ബൈബിള് അതിന്റെ പരിഭാഷ കഴിഞ്ഞു. പുതിയ പരിഭാഷ. കാരണം എന്നാ, കാലത്തിനനുസരിച്ച് കൊണ്ട് നമ്മള് പഠിതാക്കളുടെ എണ്ണം കൂടുന്നു, വളരെ തീക്ഷ്ണമായിട്ട് പഠിക്കുന്നു, പദാനുപദമായിട്ട് ഇതിനെ വിവർത്തനം ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ അകത്ത് ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, ഇതാണ് മൂലകൃതിയോട് ചേർന്ന് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങള് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താണ്,
ഇത് ഒരു കൂട്ടായ്മയുടെ ഫലമാണ്. അതുകൊണ്ട് തന്നെ സഭയോട് ചേർന്ന് നിൽക്കുക. സഭ ഉപയോഗിക്കുന്ന ബൈബിളാണ് ഇതിന്റെ യഥാർത്ഥ ബൈബിൾ എന്ന് ഒരിജിൻ പഠിപ്പിക്കുകയാണ്. ബൈബിൾ കാനോനയുടെ അടിസ്ഥാന മാനദണ്ഡം ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ അംഗീകാരമാണ്. നമുക്കറിയാം, സഭയോട് ചേർന്ന് നിൽക്കുന്നിടത്ത് മാത്രമേ കൃപയുള്ളൂ. ഇതിന്റെ അടിസ്ഥാനം ഇത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് എത്രയോ സ്ട്രോങ് ആയിട്ടാണ് ഇതിനെക്കുറിച്ച് ഒരിജിൻ പറയുന്നത്. സഭയോട് ചേർന്ന് നിൽക്കുക. ദെൻ വിശുദ്ധ അഗസ്റ്റിൻ അലക്സാൻഡ്രിയൻ കാനലിലെ 46 പുസ്തകങ്ങളെയും കുറിച്ചും അഗസ്റ്റിന് വിശകലനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സപ്തതി ബൈബിളിന്റെ രചനയ്ക്ക് പിന്നിലെ ദൈവിക പദ്ധതിയെ കുറിച്ചും അഗസ്റ്റിൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി നമ്മൾ കാണുന്നത് ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് ഏതാനും 7 പുസ്തകങ്ങളോ ആദ്യത്തെ കാനനില് ഉണ്ടായിരുന്നില്ല. അതിനെ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെ സഭാ പണ്ഡിതന്മാര് പറയുന്നത് ഈ ഒരു വാക്കുപോലും തെറ്റാണ്, ഇങ്ങനെ പറയുന്നത് വരെ തെറ്റാണ് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഇതിനെ ഒരു 2ാം തര കാനോനിക ഗ്രന്ഥങ്ങൾ എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഈ പദോപയോഗം തന്നെ നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്തതാണ്. കാരണം പഴയ നിയമത്തിലെ 46 ഗ്രന്ഥങ്ങളും ഒരുപോലെ ദൈവനിവേശിതമാണെന്ന് കത്തോലിക്ക സഭ വിശ്വസിക്കുന്നതിനാൽ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ എന്ന പദപ്രയോഗം കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധവും ഒഴിവാക്കപ്പെടേണ്ടതുമാണ്. അലക്സാൻഡ്രിയൻ കാനനിൽ അധികമായി ചേർത്തിരിക്കുന്ന 7 പുസ്തകങ്ങളെ പുതിയ നിയമ രചയിതാക്കൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഇനി ലൂതറിന്റെ ബൈബിളിന് മുൻപ് വിവിധ ഭാഷകളിലായി ബൈബിളിന്റെ 626 പതിപ്പുകൾ പുറത്തിറങ്ങിയിരുന്നു. ഇവയിലെല്ലാം നമ്മൾ ഇനിയും കാണും ലൂതറിന്റെ പ്രബോധനങ്ങള്. അത് വളരെയധികം ജനങ്ങളെ സ്വാധീനിച്ചു. തീർച്ചയായിട്ടും വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരിജിൻ നമ്മളെ പഠിപ്പിച്ചതുപോലെ സഭയോട് ചേർന്ന് നിൽക്കാത്ത പ്രബോധനങ്ങൾ എന്നും അത് നമുക്ക് പ്രാപ്യമല്ല. ഇനിയും നമ്മളത് മിസ്ഗൈഡ് ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. ഇവയിലെല്ലാം പഴയ നിയമത്തിലെ 46 ഗ്രന്ഥങ്ങളും പുതിയ നിയമത്തിൽ 27 ഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ കാണുന്നത് പുതിയ നിയമത്തിന്റെ കാനനെ കുറിച്ചിട്ടാണ്. ഈശോ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈശോ കുനിഞ്ഞ് നിലത്തെഴുതി എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പാപിനിയായ സ്ത്രീയുടെ ഇന്നത്തെ വചന വായനയിൽ നമ്മൾ കണ്ടു, അവൻ കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. മറിച്ച് ഈശോയുടെ ഏതെങ്കിലും ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, ഈശോ പ്രസംഗിച്ച് രോഗികളെ സൗഖ്യപ്പെടുത്തി, ഈശോ എന്നുണ്ടായി എഴുതിയോ? ഇല്ല. ഈശോ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഇവയൊന്നും ഈശോ എഴുതി സൂക്ഷിച്ചു വെച്ചിരുന്നില്ല. എന്നാല് ഈശോ എന്താ ചെയ്തത്? ഈശോ പഠിപ്പിച്ചതും ഈശോ പ്രവർത്തിച്ചതും ആ സത്വാർത്ത സുവിശേഷം ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തുന്നതിനായിട്ട് ഈശോ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഈ ശിഷ്യന്മാരെ ഈ തിരുവചനം എഴുതുവാൻ പ്രചോദിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. ഇനി നമ്മൾ കാണുന്നത് പുതിയ നിയമ കാനൻ. ഇതിന്റെ പുതിയ നിയമ കാനന്റെ രചനാ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം. സോറി. സഭാ സമൂഹങ്ങളുമായി ബന്ധം പുലർത്താൻ ലിഖിത രൂപം ആവശ്യമായിരുന്നു. അതായത് ഈ പുതിയ നിയമ കാനൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ നമ്മള് ഈശോ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. ഈ വചനം ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിക്കുന്നതിനായിട്ട് ഈശോ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. വീണ്ടും ഇവിടെ ഈ വിവിധ സഭകൾ രൂപം കൊണ്ടു. ഈ സഭകളുമായിട്ട് ബന്ധം പുലർത്തി എന്തിനാണ്
ഇത് എഴുതി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന എന്തിനാണ്? ഈശോ പറഞ്ഞ കാര്യങ്ങള് അവിടെ കൊണ്ട് നിന്നാ പോരെ, മറിച്ച് ഈ വാമൊഴിയായിട്ട് വാചികമായിട്ട് മാത്രം പോരാ, ഇത് ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തണമെന്നുണ്ടെങ്കിലും ആ ഈശോ പഠിപ്പിച്ചത് കൃത്യമായിട്ട് അതിനൊരു ലിഖിത രൂപം ആവശ്യമായിരുന്നു. വീണ്ടും അപ്പസ്തോലന്മാർ വധിക്കപ്പെട്ടു തുടങ്ങിയപ്പോൾ അവരുടെ പ്രബോധനങ്ങൾ എഴുതി സൂക്ഷിക്കേണ്ടത് ആവശ്യമായിട്ട് വന്നു. നമുക്കറിയാം, ഈ അപ്പോസ്തലോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്യാണ് അപ്പസ്തോലന്മാരെന്ന് അറിയപ്പെടുന്നത്. അപ്പോസ്തലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടു സെൻഡ്, അയക്കുക എന്നുള്ളതാണ് ഈ വാക്കിന്റെ തന്നെ അർത്ഥം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ അപ്പസ്തോലന്മാര് അവരെയൊക്കെ കൊല്ലാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും ഒരു ലിഖിത രൂപത്തിന്റെ ആവശ്യം അവിടെ വേണ്ടി വന്നു. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നു, വാമൊഴിയേക്കാളും ആധികാരികമായവ വരമൊഴിയാണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും വിദേശങ്ങളിലൊക്കെ പള്ളികളിൽ ഒരു പ്രസംഗം പോലും അച്ഛന്മാര് ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് പറയാറില്ല. എഴുതി കൃത്യമായിട്ട് ഒരുങ്ങി അവർക്ക് എത്രമാത്രം കാണാതെ അത് അറിയാമെന്നുണ്ടെങ്കിൽ തന്നെയും വളരെ അതിന്റെ ആധികാരികതയെ സൂചിപ്പിക്കുന്നതാണ്. വേണ്ടാത്തതൊന്നും അതിൻ്റെ അകത്ത് കയറുകയില്ല. വളരെ കൃത്യമായിട്ട് ആ എഴുതി വെച്ച കാര്യങ്ങൾ മാത്രം അവർ വായിക്കുന്നത്. പോലെ തന്നെ പരിശുദ്ധ പിതാവ്, നമുക്കറിയാം, പ്രബോധനങ്ങൾ ഇവയെല്ലാം എഴുതിയാണ് അവതരിപ്പിക്കുന്നത്. ഈ വിശുദ്ധ ഗ്രന്ഥവും ഇത് വാമൊഴിയെക്കാട്ടിലും ആധികാരികത ഈ എഴുതി സൂക്ഷിക്കുന്നതിനുണ്ട് എന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിരുന്നു. യഹൂദരും ക്രൈസ്തവരും തമ്മിൽ ആദിമസഭയിലുണ്ടായ ഭിന്നത മൂലം ക്രൈസ്തവ ഗാനം ആവശ്യമായി വന്നു. നമ്മൾ മുൻപേ കണ്ടിരുന്നു, യഹൂദരും ക്രൈസ്തവരും തമ്മിൽ എപ്പോഴും ഒരു അകൽച്ച ഉണ്ടായിരുന്നു, ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇനി ഒരിജിനും എവ്സേബിയൂസും. ഒരിജിൻ തിരുലിഖിതങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് പുതിയ നിയമകാലനെ കുറിച്ചുള്ള വിചിന്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സംഭാവനകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആഫ്രിക്കയിലെ കാർത്തേജ് ഒറിജിനിൽ നിന്നും അതുപോലെ തന്നെ എവ്സേബിയൂസിൽ നിന്നും. ഇവിടെ ഒന്നാമത്തേതാണ് സാർവത്രിക അംഗീകാരമുള്ള ഗ്രന്ഥങ്ങള്. ഇവിടെ 4 സുവിശേഷങ്ങള്, പൗലോസിന്റെ 13 ലേഖനങ്ങള്, വെളിപാട് പുസ്തകം, 1 യോഹന്നാൻ, 1 പത്രോസ്, ഇത്രയുമാണ് ഈ സാർവത്രിക അംഗീകാരമുള്ള ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ഒരിജിനും എവ്സേബിയൂസും. 2, അപ്പസ്തോലിക ഗ്രന്ഥകർത്തൃത്വം ചോദ്യം ചെയ്യപ്പെടുന്നവ. അതായത് നമുക്കറിയാം, ഇന്ന് നമ്മൾ ഹെബ്രായ ലേഖനം അതാരെ എഴുതിയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അതുപോലെ തന്നെ ഇതിന്റെ പദോപയോഗത്തിലെ ലിറ്റററി സ്റ്റൈൽ എടുത്ത് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ അകത്തെ അപ്പസ്തോലിക കർത്തൃത്വത്തിന്റെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ വരുന്ന ചില പുസ്തകങ്ങളാണ് 2 പത്രോസ്, 2 യോഹന്നാന്, 3 യോഹന്നാന്, യാക്കോബ്, യൂദ ലേഖനങ്ങളെല്ലാം അപ്പസ്തോലിക ഗ്രന്ഥകർത്തൃത്വത്തെ ചോദ്യം ചെയ്യുന്നതാണ്. പിന്നെ അടുത്തത് നമ്മൾ കാണുന്നത് അപ്രമാണിക ഗ്രന്ഥങ്ങള്. മുകളിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പുസ്തകങ്ങളൊന്നും അല്ലാതെ വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം അപ്രമാണിക ഗ്രന്ഥങ്ങളായിട്ടാണ് ഒരിജിൻ മനസ്സിലാക്കിയിരുന്നത്. ഇങ്ങനെ അതുപോലെ തന്നെ വെളിപാട് ഗ്രന്ഥത്തെ യൗസേബിയൂസ് പുതിയ നിയമ കാനനില് ഉൾപ്പെടുത്തിയിരുന്നില്ല. നമ്മൾ കാണുന്നത് അപ്രമാണിക ഗ്രന്ഥങ്ങൾ യാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി ലൂസിയാന് 22 പുസ്തകങ്ങൾ മാത്രമടങ്ങിയ പുതിയ നിയമത്തിന്റെ ഹ്രസ്വരൂപം പ്രസിദ്ധീകരിച്ചിരുന്നു. അത് എദ്ദേസയിലെ ദൈവശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. വിശുദ്ധ ഗ്രന്ഥം അദ്ദേഹം പഠിപ്പിച്ചു. 22 പുസ്തകങ്ങൾ മാത്രം അടങ്ങിയ പുതിയ നിയമത്തിന്റെ ഒരു ചെറിയ ഹ്രസ്വരൂപം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഇതിനെ വെളിപാട് ഗ്രന്ഥവും ഇപ്പൊ നമ്മൾ കണ്ട 2, 3 യോഹന്നാന്, 2 പത്രോസ്, യൂദ എന്നീ കത്തോലിക ലേഖനങ്ങളുമാണ് ഹ്രസ്വരൂപത്തിലുള്ള പുതിയ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്. പൗരസ്ത്യ സിറിയൻ സഭകൾ ദീർഘകാലം 22 പുസ്തകങ്ങൾ അടങ്ങിയ പുതിയ നിയമമാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് കാനൻ നിയത രൂപം പ്രാപിക്കുന്നതാണ്. ഇവിടെ പ്രധാനമായിട്ടും 2-3 പോയിന്റ്സ് ആണ് നമ്മൾ കാണുന്നത്. പുതിയ നിയമ കാനൻ
ഇന്ന് നിയത രൂപത്തിൽ പ്രത്യക്ഷമാകുന്ന ആദ്യ പട്ടിക പ്രസിദ്ധീകരിച്ചത് അലക്സാണ്ട്രിയയിലെ മെത്രാനായിരുന്ന അത്തനാസ്യൂസ് ആണ്. അതായത് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കാനന്റെ ആദ്യ രൂപം പ്രസിദ്ധീകരിച്ചത്. ഇനി AD 382 ദമാസൂസ് പാപ്പ റോമിൽ വിളിച്ചു ചേർത്ത സിനഡിൽ ബൈബിളിലെ കാനോനിക ഗ്രന്ഥങ്ങളുടെ പൂർണ്ണ പട്ടിക പ്രസിദ്ധീകരിച്ചു 382. പിന്നീടാണ് 2-ാം നൂറ്റാണ്ടിൽ തന്നെ വിശുദ്ധ ജെറോം വൾഗാത്ത, അതായത് ലത്തീനിലേക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ പരിഭാഷപ്പെടുത്തിയത്. വീണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് തെന്ത്രോസ് സ്വനഗദോസ് 1546 വർഷം നമ്മൾ ഒരിക്കലും മറക്കരുത്. 1546 ഓർക്കാൻ എളുപ്പമുണ്ട്. 1546 തെന്ത്രോസ് സ്വനഗദോസ് ഏപ്രിൽ 8 പുറത്തിറക്കിയ സാക്ര കാനോനിസിസ് എന്ന ചക്രിക ലേഖനം ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കാനോനികതയെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് ബൈബിൾ ദൈവനിവേശിത ഗ്രന്ഥം. ഇവിടെ ഗ്രീക്ക് ഭാഷയിലെ എപ്പിഗ്നോയിയ, നമ്മൾ ദൈവനിവേശിതം എന്നുള്ള ആ ഒരു പദത്തിന്റെ അനാലിസിസിലേക്കാണ് പോകുന്നത്. അതായത് ഗ്രീക്കിലെ എപ്പിഗ്നോയിയ എന്നും ലത്തീൻ ഭാഷയിലെ ഇൻസ്പിരാസിയോ എന്നുമാണ് ഈ അതായത് ദൈവനിവേശിതം എന്ന വാക്കുകൾക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ ദൈവനിവേശനം എന്ന് നമ്മളത് മലയാളത്തിലേക്ക് അതിനെ പരിഭാഷപ്പെടുത്തി ദൈവനിവേശനം. പക്ഷേ നമ്മൾ ഇന്നും പറയുന്നത് ദൈവനിവേശിത ഗ്രന്ഥം എന്നുള്ളതാണ്. ദൈവനിവേശനം എന്നാണ് നമുക്കിതിനെ വളരെ കൃത്യമായിട്ട് പരിഭാഷപ്പെടുത്തി കഴിഞ്ഞാൽ ഉപയോഗിക്കുക. പക്ഷെ ഇത് നമ്മളധികം ഇന്ന് ഉപയോഗിക്കുന്നില്ല. ദൈവത്തിന്റെ നിശ്വസനം, എത്രയോ മനോഹരമായ ഒരു പദോപയോഗം, ദൈവനിശ്വസനം. ഓക്കെ, ഇനി ഫ്ലാവിയൂസ് ജോസഫൂസിന്റെ രചനയിലാണ് ദൈവനിവേശനം എന്നർത്ഥമുള്ള എപ്പിഗ്നോയി എന്ന പദം ആദ്യമായി കാണുന്നത്. നമുക്കറിയാം, ജോസഫൂസ് ഫ്ലാവിയൂസ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ചരിത്ര രചനയിൽ അഗ്രഗണ്യനായിരുന്ന ജോസഫൂസ് ഫ്ലാവിയൂസ് ആണ് ആദ്യമായി തന്നെ ഈ എപ്പിഗ്നോയ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ കാണുന്ന വിശുദ്ധ ഗ്രന്ഥമെല്ലാം ദൈവനിവേശിതമാണ് എന്നത് സഭയുടെ വിശ്വാസ സത്യങ്ങളാണ്. വീണ്ടും ഈ സഭയെന്ന് പറയുമ്പോൾ എനിക്കതൊരു വികാരമാണ്. കാരണം എത്രയോ പ്രത്യേകിച്ചും ഇന്ന് ഈ പരിഭാഷകർ, POC ബൈബിളിന്റെ ഒക്കെ പരിഭാഷകരുമായിട്ട് അവിടേക്ക് ഒന്ന് പോകാനും അത് കാണാനും ഒക്കെ ചില അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എത്രയോ ത്യാഗപൂർണമായിട്ടാണ് ഈ പരിഭാഷയിൽ ഇവർ മുഴുകുന്നത്. എത്രയോ ആഴമായ പഠനം, വർഷങ്ങളുടെ പഠനം, അതുപോലെ തന്നെ പ്രാർത്ഥന, തപസ്സിനോടൊക്കെ കൂടി ഇവിടെ ഈ വിശുദ്ധ ഗ്രന്ഥം ദൈവനിവേശിതമാണ് എന്ന വർഷങ്ങളുടെ പഠനത്തിന്റെയും പ്രാർത്ഥനയുടെയും വെളിച്ചത്തിൽ സഭ നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് ഇത് ദൈവനിവേശിതമാണ്. ഇനി കത്തോലിക്ക കാഴ്ചപ്പാടില് ദൈവനിവേശനം എന്ന ആശയത്തില് 4 കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥ പുസ്തകങ്ങളുടെ രചനയിൽ പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ പ്രചോദനം രചയിതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്തത്, ദൈവാത്മാവിന്റെ പ്രചോദനത്താൽ എഴുതപ്പെട്ടതിനാൽ ദൈവം ആഗ്രഹിച്ചവ മാത്രമേ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളൂ. റീസൺ, ഫെയ്ത്ത് ഷുഡ് ഗോ ടുഗെദർ. ഈ ഫെയ്ത്ത് ആൻഡ് റീസൺ എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ലിറ്ററൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ റീസൺ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഹെർമിനോട്ടിക്സ് എന്ന് പറയുന്ന ഈ ക്ലാസ് നമുക്ക് ഒരുപക്ഷെ ഒന്നും മനസ്സിലാകണമെന്നില്ല. ഈ ഹെർമിനോട്ടിക്സ് ഞാൻ BTH ധർമാരാമയിലാണ്, ബാംഗ്ലൂർ ധർമാരാമിലാണ് BTH പഠിച്ചത്. ആ സമയത്ത് ഹെർമിനോട്ടിക്സ് എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചൊരു വിഷയമായിരുന്നു ഹെർമിനോട്ടിക്സ്. ഇത് ഇന്റർപ്രിട്ടേഷൻ എന്ന് പ്രൊഫസർ വന്നിട്ട് ഹെർമിനോട്ടിക്സ് എന്ന് പറഞ്ഞിട്ട് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും. അപ്പോൾ ഈ വിഷയത്തോടുള്ള, കാരണം ഇത് മനസ്സിലാകുന്നില്ല. അത് ഇപ്പം ഞങ്ങൾ പ്രൊഫസർ വരുമ്പോഴേ ഞങ്ങൾ അവിടെ ഇരുന്ന് ഇന്റർപ്രിട്ടേഷൻ എന്നിട്ട് ഞാൻ പരീക്ഷ പഠിച്ച് പാസ്സായത് എങ്ങനെയാണെന്നും കൂടെ നിങ്ങളോട് പരീക്ഷയ്ക്ക് എങ്ങനെയാ പാസ്സായതെന്നും കൂടെ പറയാം. അതായത് ഇതിൻ്റെ അകത്തു നിന്നും 5, അതായത് 2 എസ്സേസും 3 പാരഗ്രാഫ്സ് ആണ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് വരുന്നത്. പ്രൊഫസർ പറഞ്ഞു, പക്ഷേ ഇത് വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല.
അവസാനം എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 തെരഞ്ഞെടുത്ത് പഠിച്ചു. കുപ്രത്തീനോസ് പുണ്യാളനോട് പ്രാർത്ഥിച്ചു ഇത് തന്നെ വരണമെന്ന്. കൃത്യം പഠിച്ച് 5 വരികയും ചെയ്തു. ക്ലാസ്സിലെ ടോപ്പേഴ്സിൽ ഒരാളായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെയാണ് ഹെർമനോട്ടിക്സ് പഠിച്ചത്. അപ്പോൾ ഇതിപ്പോഴും ഇങ്ങനെ ഇന്നിത് പഠിപ്പിക്കാനായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് വീണ്ടും എത്രമാത്രം ആഴമാണ്. ഇതൊന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളത് സത്യം തന്നെ. നമ്മളിപ്പോ പറഞ്ഞത് ഇതാണ്, ദൈവാത്മാവിന്റെ പ്രചോദനത്താൽ എഴുതപ്പെട്ടതിനാൽ ദൈവം ആഗ്രഹിച്ചവ മാത്രമേ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളൂ. ദൈവികമായ വിഷയങ്ങളിലെ പ്രബോധനങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തിന് തെറ്റുപറ്റുകയില്ല. വീണ്ടും സഭയും സഭാചരിത്രവും പഠിച്ച നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിച്ചപ്പോഴും ചില കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ ബേസിൽ ഒക്കെ വന്ന ചില ശിക്ഷകളും ഒക്കെ നമുക്കറിയാം. വിശുദ്ധ ഗ്രന്ഥ രചയിതാക്കളുടെ തനത് ഭാഷാ ശൈലിയും ദൈവശാസ്ത്ര വിചിന്തനങ്ങളും അവരുടെ രചനകളിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതായത് 2 പത്രോസ് 1:21 പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. നമുക്ക് ഇനിയും കുറെ ഭാഗങ്ങൾ കവർ ചെയ്യാനുണ്ട്. ഇതൊക്കെ എടുത്തൊന്ന് വായിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 2 പത്രോസ് 1:21 ഇതിന്റെ തീം കണ്ടന്റ് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യൻ സംസാരിച്ചവയാണ്. 2 വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. വീണ്ടും 2 പത്രോസ് 3:16 പൗലോസിന്റെ ലേഖനങ്ങളെ വിശുദ്ധ ലിഖിതങ്ങളായി വ്യാഖ്യാനിക്കുന്നുണ്ട് പത്രോസ് ലേഖ. നമ്മൾ കാണുന്നത് ദൈവനിവേശനത്തെ സംബന്ധിച്ച വ്യത്യസ്ത വീക്ഷണങ്ങളാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഒന്ന് ദൈവാവേശന സിദ്ധാന്തം അല്ലെങ്കിൽ പൊസഷൻ തിയറി എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ദൈവനിവേശനത്തെ, അതായത് ബൈബിൾ ദൈവനിവേശിത ഗ്രന്ഥമാണെന്ന് നമ്മൾ കണ്ടു. ഇതിനെ സംബന്ധിച്ച വ്യത്യസ്ത വീക്ഷണങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പൊസഷൻ തിയറി അല്ലെങ്കിൽ ദൈവാവേശന സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ കാണുന്നത്. അലക്സാണ്ട്രിയയിലെ ക്വിലോ ആണ് ഈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത്. അതായത് മനുഷ്യ വ്യക്തിയിൽ ദൈവം, നമുക്കിത് ഈ വാക്കിന്റെ അകത്തുനിന്ന് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും. പൊസഷൻ തിയറി, മനുഷ്യ വ്യക്തിയിൽ ദൈവം ആവേശിക്കുന്നതിന്റെ ഫലമായി വ്യക്തിയുടെ നൈസർഗികമായ ചിന്തകളും ഭാവനകളും രചനാരീതികളും നഷ്ടമാവുകയും പകരം ദൈവികമായ ചിന്തകളും ഭാവനകളും പരിശുദ്ധാത്മ രചനാ വൈഭവവും ലഭിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ലിഖിതങ്ങളുടെ രചനയിൽ മാനുഷികമായവയ്ക്കൊന്നും സ്ഥാനമില്ലെന്നും അത് അക്ഷരശ ദൈവത്തിന്റെ രചനയാണെന്നും ഈ സിദ്ധാന്തം സമർത്ഥിക്കുന്നു. ഏറെക്കാലം സഭയിൽ പ്രചാരത്തിലിരുന്നെങ്കിൽ ഈ സിദ്ധാന്തം കാലാന്തരത്തില് പിന്തള്ളപ്പെട്ടു. കാരണം ഇവിടെ നമുക്കറിയാം, ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിലേക്ക് ഇങ്ങനെ പൊസസ് ചെയ്യുന്നു. അവിടെ വ്യക്തിക്ക് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല. ഇവിടെ പ്രവർത്തിക്കുന്നത് മുഴുവനും ദൈവമാണ് എന്ന് ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നു. നമുക്കറിയാം, ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് മലയാളം ബൈബിളൊക്കെ നമ്മളുടെ കരങ്ങളിൽ കിട്ടിയിട്ട് വളരെ ചുരുക്കം വർഷങ്ങളാണ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സുറമലബാർ കുർബാന തന്നെ സുറിയാനിയിലായിരുന്നു. ഈ ഭാഷയിൽ നമുക്ക് നമ്മളുടെ ഭാഷയിലേക്ക്, നമ്മളുടെ മദർ ടങ്ങിലേക്ക്, മാതൃഭാഷയിലേക്ക് ഇതിന്റെയൊക്കെ പരിഭാഷ കിട്ടിയിട്ട് തന്നെ വളരെ ചുരുക്കം നാളുകളായിട്ടുള്ളൂ. അപ്പൊ അത്രമാത്രം ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ദൈവികമായിട്ട് മാത്രം കണ്ടുകൊണ്ടിരുന്നതാണ്. ദൈവം ഇങ്ങനെ ദൈവം തന്നെ ഇത് എഴുതി എന്നുള്ളതാണ് ഈ തിയറി നമുക്ക് നൽകുന്നത്. അടുത്തത് കേട്ടെഴുത്ത് സിദ്ധാന്തം. വളരെ ക്ലിയർ ആണ്. ദൈവം പറഞ്ഞു കൊടുക്കുന്നു, ഡിക്റ്റേറ്റ് ചെയ്യുന്നു, അത് ഒരു വ്യക്തി ഇരുന്ന് എഴുതുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത്, ഇതിനും അധികം കാലമൊന്നും ഇതിനും വലിയ ഇമ്പോർട്ടൻസ് അല്ല കൊടുക്കുന്നത്. അടുത്തത് നമ്മൾ കാണുന്നത് തെറ്റാവര സിദ്ധാന്തം എന്നുള്ളതാണ്. ഇവിടെ മാനുഷിക രചയിതാക്കളുടെ വളരെ പ്രധാനപ്പെട്ടതാണ്. മാനുഷിക രചയിതാക്കളുടെ ക്രിയാത്മകമായ പങ്കാളിത്തത്തിനാണ് ഇവിടെ ഊന്നൽ നൽകുന്നത്. അതായത് ഈ സിദ്ധാന്തം അനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതെല്ലാം മാനുഷിക രചയിതാക്കളുടെ
ചിന്തകളും ശൈലികളും വാക്കുകളുമാണ്. അവരുടെ ചിന്തകളും അവരുടെ വിവരണങ്ങളും തെറ്റിപ്പോകാതിരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് അവരെ നിരന്തരം സഹായിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ നിന്ന് വ്യത്യാസമാണ് പത്രോസ്ലീഹായുടേത്. പത്രോസിന്റേതിൽ നിന്ന് വ്യത്യാസമാണ് യോഹന്നാൻ സ്ലീഹായുടേത്. ഓരോ രചയിതാക്കൾക്കും അവരുടേതായിട്ടുള്ള സ്ഥാനങ്ങള്, അവരുടേതായിട്ടുള്ള ഒരു റോള് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ തെറ്റുപറ്റാതിരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നിരന്തരം അവരെ സഹായിച്ചു കൊണ്ടിരുന്നു. അതാണ് തെറ്റാവര സിദ്ധാന്തം എന്നിവിടെ പറയുന്നത്. ഇനി നമ്മൾ കാണുന്നത് കത്തോലിക്ക സിദ്ധാന്തമാണ്. അടുത്തത് നമ്മൾ കാണുന്നത് ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ദൈവിക വെളിപാട് തെറ്റില്ലാതെ രേഖപ്പെടുത്തിയെന്ന വിശ്വാസമാണ് ദൈവനിവേശനം. ഈ ദൈവനിവേശനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ദൈവിക വെളിപാട് തെറ്റില്ലാതെ രേഖപ്പെടുത്തി. മനസ്സിലായല്ലോ അല്ലെ? പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. ദൈവിക വെളിപാടുകള് തെറ്റുകൂടാതെ ഒരു മനുഷ്യ വ്യക്തി കുറിച്ചു വെക്കുന്നു. അതാണ് നമ്മളിവിടെ ദൈവനിവേശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് നമുക്ക് കാണുന്നത്. ഒന്ന്, വ്യക്തിയുടെ ചിന്താശക്തി ആത്മാവിന്റെ പ്രചോദനങ്ങൾക്ക് അനുരൂപമാകുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഈ കരിസ്മാറ്റിക് മൂവ്മെന്റ്സ് ഒക്കെ വന്നതിന് ശേഷം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇനി ഒത്തിരിയേറെ കൃപയിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ നന്നായിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായിട്ട് ഒന്ന് കുമ്പസാരിച്ച് ഏത് കാര്യം ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ചെയ്ത് നോക്കിക്കേ, നമുക്ക് തന്നെ ആത്മാവ് മന്ത്രിക്കും. യെസ്, ഇങ്ങനെ. ഇപ്പോൾ ഒന്ന് ഓർത്തു നോക്കിക്കേ, ഈ വിശുദ്ധ ഗ്രന്ഥ രചനയ്ക്ക് വേണ്ടിയിട്ട് ഇതും ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച് ഈ വിശുദ്ധ ഗ്രന്ഥ രചനയില് ഉൾപ്പെട്ടിരുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ എത്രയോ സഹായം, ദൈവവചനം, ദൈവത്തിന്റെ വചനം എഴുതാൻ ദൈവം തന്നെ അവരെ എത്രമാത്രം സഹായിച്ചു. ദൈവികതയോട്, ദൈവിക വെളിപ്പെടുത്തലിന് മുൻപിൽ ജീവിതം സമർപ്പിച്ച് അതിനോട് സഹകരിച്ചവർക്ക് നിരന്തരമായ ഒരു സഹായം, പരിശുദ്ധാത്മാവിന്റെ ഒരു സഹായം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മുഖ്യ രചയിതാവ്, അതായത് പ്രിൻസിപ്പൽ കോസ് എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവ നിവേശനം ലഭിച്ച മാനുഷിക രചയിതാവിന് തന്റെ വ്യക്തിപരമായ ഗവേഷണവും വിചിന്തനവും ക്രമീകരണവും നടത്താനുള്ള അവകാശം ദൈവം അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് MTH ചെയ്യുന്നവരാണെന്നാണ് എന്റെ വിശ്വാസം. അതിനാൽ ഒരു പക്ഷേ നിങ്ങള് മോറൽ തിയോളജിയില് ഹ്യൂമൻ വിൽ, ഫ്രീ വിൽ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് കാണും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ഒരു കാലത്തും ദൈവം ഇടപെടില്ല എന്നൊക്കെ പറയുന്നു. ഇവിടെ ഈ മനുഷ്യ വ്യക്തികൾ ദൈവാത്മാവിന്റെ പ്രചോദനത്തിന് പൂർണ്ണമായും വിട്ടുകൊടുത്തു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവനെ സഹായിക്കുകയാണ്. മുഖ്യ രചയിതാവായിട്ട് ദൈവം തന്നെ ഇവിടെ വർത്തിക്കുന്നു. സഭയുടെ അംഗീകാരം ലഭിക്കുമ്പോഴാണ് ദൈവനിവേശനം പൂർണ്ണമാകുന്നത്. ദൈവനിവേശന സാർവത്രിക സഭയുടെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ ഇതിന് ദൈവനിവേശനം ആകുന്നുള്ളൂ. സകല വിശ്വാസികൾക്കും പ്രയോജനകരമെന്ന് ദൈവാത്മാവ് സഭയെ പ്രചോദിപ്പിക്കുമ്പോഴാണ്, സകല വിശ്വാസികൾക്കും ഇത് ഉപകാരപ്പെടും എന്ന് സഭയെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുമ്പോഴാണ് ദൈവനിവേശനം പൂർണ്ണവും കാനോനികവും സഭാത്മകവും ആകുന്നത്. ഇനി അടുത്ത പോയിന്റ്, 4ാമത്തെ പോയിന്റ്, ദൈവനിവേശനം, വിശ്വാസം, സന്മാർഗം എന്നീ വിഷയങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന് വാദിക്കുന്ന അനേകം ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. അതായത് വിശ്വാസത്തില്, സന്മാർഗത്തില് മാത്രമേ ദൈവനിവേശനം ഉള്ളൂ എന്ന്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ദൈവനിവേശന സ്വഭാവം സമഗ്രമാണെന്ന് സഭ പഠിപ്പിക്കുന്നു. ബൈബിൾ വ്യാഖ്യാന ചരിത്രം. ഇനി നമ്മൾ കാണുന്നത് ബൈബിൾ വ്യാഖ്യാനത്തിന്റെ ചരിത്രത്തിലേക്കാണ്. ചില വചനഭാഗങ്ങൾക്ക് ബൈബിളിൽ തന്നെ വ്യാഖ്യാനം കണ്ടെത്താനായിട്ട് സാധിക്കും. അതായത്
നിയമാവർത്തനം 12, 26 അധ്യായങ്ങളിലൊക്കെ അവിടെ പുറപ്പാടുമായിട്ട് അത് വളരെയേറെ ബന്ധപ്പെട്ട് അതിലെ നിയമങ്ങള്, കൽപ്പനകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇനി ഈ അതായത് പുറപ്പാട് 20 മുതലുള്ള അധ്യായങ്ങളുടെ ഒരു പുനരവതരണമാണ് നിയമാവർത്തനം 12, 26. അടുത്തത് റബ്ബിമാരുടെ ബൈബിൾ വ്യാഖ്യാനം. ഇവിടെ അതായത് യഹൂദ ബൈബിളിനെ റബ്ബിമാര് വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നു. അതായത് താർഗും, അതിലൊന്നാണ് താർഗും. ഇവിടെ ഈ താർഗും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിവർത്തനത്തോടൊപ്പം വ്യാഖ്യാനം കൂടി താർഗുമിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതായത് ഈ വചനത്തിന് ഒരു അതിനെ പരിഭാഷപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അതിന് വളരെ വിശദമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കൂടി അതിൻ്റെ അകത്ത് നൽകിയിരുന്നു. അടുത്തത് നമ്മൾ കാണുന്നത് മിദ്രാഷ് ആണ്. ഇവിടെ പ്രസംഗ രൂപത്തിലുള്ള ബൈബിൾ വ്യാഖ്യാനമാണ് മിദ്രാഷ്. മിദ്രാഷിനെ പൊതുവായി 2 ഭാഗങ്ങളായിട്ട് തിരിക്കാം. അതായത് നിയമവ്യാഖ്യാനം, ധാർമ്മിക വ്യാഖ്യാനം. ഇവിടെ നമ്മൾ അതായത് റബ്ബിമാരുടെ ബൈബിൾ വ്യാഖ്യാനത്തിന്റെ പല പേരുകളാണ് താർഗും, മിദ്രാഷ് എന്നൊക്കെ പറയുന്നത്. പെഷറിം ഇതിലൊക്കെ ഇവിടെ മിദ്രാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഖലക്കാഖ് അല്ലെങ്കിൽ ഖഗദ എന്ന് പറയും. ഇവിടെ നിയമവ്യാഖ്യാനം, മുൻപേ നമ്മള് നിയമത്തെക്കുറിച്ച്, അതായത് തോറായെ കുറിച്ച് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു വിശുദ്ധ ഗ്രന്ഥത്തില് യഹൂദരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒന്നാണ് നിയമം. അതുകൊണ്ട് അതിൻ്റെ ഒരു പേരാണ് ഖലക്ക. അതായത് ഹീബ്രുവില് ഖാലക് എന്ന് പറയുന്ന ഹെബ്രായ വാക്കിന്റെ അർത്ഥം നടക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഹീബ്രു പദം, നടക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ നടക്കുക എന്ന് പറയുമ്പോൾ മലയാളത്തില് നടക്കുന്നു, പോകുക, അതായത് ഒരു മൂവ്മെന്റ്. പക്ഷേ ഹീബ്രുവിൽ ഈ വാക്കിന് വളരെ ആഴമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. അതായത് ഒന്ന് ലിറ്ററൽ സെൻസിൽ നടക്കുക എന്നുള്ളത്. ഇനി ഇവിടെ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, നിയമത്തോടൊപ്പം, നിയമത്തോട് ചേർന്ന് നിയമത്തെ ജീവിത ബന്ധിയായി മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഹലക്ക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ധാർമ്മിക വ്യാഖ്യാനം. അവിടെ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് നിയമത്തിന് ആണ്. അടുത്തത് നമ്മൾ കാണുന്നത് പെഷറീം എന്നുള്ളതാണ്. ഇവിടെ വിശുദ്ധ ഗ്രന്ഥ പുസ്തകങ്ങളുടെ പദാനുപത വ്യാഖ്യാനമാണ് ഈ വ്യാഖ്യാന ശൈലിയുടെ സവിശേഷത. അതായത് വ്യാഖ്യാനങ്ങൾ പലപ്പോഴും പ്രതീകാത്മകമാണ്. പദാനുപത വ്യാഖ്യാനം, ഒരു വാക്കിനോട് ചേർന്നുകൊണ്ട് മറ്റൊരു വ്യാഖ്യാനമാണ് ഇവിടെ നൽകുന്നത്. ഇത് പലപ്പോഴും പ്രതീകാത്മകം ആണ്. ഇനി ഇവിടെ നമ്മൾ കാണുന്ന ഏതാനും ചില പെഷറീം എന്നതൊരു ബഹുവചന രൂപമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഖുംറാൻ സമൂഹത്തിന്റെ ബൈബിൾ വ്യാഖ്യാന ശൈലി, അതുപോലെ തന്നെ ഖുംറാൻ സമൂഹം രചിച്ചിട്ടുള്ള ബൈബിൾ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പദാനുപദം വ്യാഖ്യാനിക്കുന്നു. ഓക്കെ, ഇനി അതിന്റെ ഭാഷാ ശൈലിയിലേക്ക് നമ്മൾ കാണുന്നു. ഇനി നമ്മൾ കാണുന്നത് പുതിയ നിയമവും പഴയ നിയമ വ്യാഖ്യാനവും തമ്മിലുള്ള ചില പ്രത്യേകതകളാണ്. പുതിയ നിയമത്തിന്റെ യഥാർത്ഥവും പൂർണ്ണവുമായ വ്യാഖ്യാനം പഴയ നിയമത്തിന്റെ വ്യാഖ്യാനം എന്നും പൂർണ്ണമാകുന്നത് പുതിയ നിയമത്തിലാണ്. യെസ്, ഇത് പറയുമ്പോൾ ഇത് ഈ ടെക്സ്റ്റിൽ നിന്നും അല്പം മാറി നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയും ലിൻഡ സിസ്റ്റർ ഞങ്ങളെ അങ്ങനെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞേക്കരുത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കണേ. അതായത് ഇപ്പം നമ്മൾ ഇവിടെ ഞാൻ സ്ലൈഡിൽ ഇട്ടിരിക്കുന്നത് പഴയ നിയമത്തിന്റെ യഥാർത്ഥവും പൂർണ്ണവുമായ വ്യാഖ്യാനം പുതിയ നിയമമാണ്. 100% ശരി. പക്ഷേ നിങ്ങളെപ്പോലെ ഒരു പടി ഉയർന്ന പഠിതാക്കളുടെ ഇടയിൽ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ കാലഘട്ടം
ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പെരിക്കോപ്പ്, ഒരു 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 വിശുദ്ധ ഗ്രന്ഥഭാഗം നമ്മൾ വ്യാഖ്യാനത്തിനെടുക്കുമ്പോൾ ദ പ്രൈമറി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എപ്പോഴും ആ ഗ്രന്ഥത്തിന്റെ തന്നെ പശ്ചാത്തലമാണ്. പക്ഷേ ഇന്ന് ഈ പുതിയ നിയമം, നമ്മൾ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ഉള്ള നമുക്ക് ഈ പുതിയ നിയമത്തിന്റെ അർത്ഥം കൂടുതൽ മനസ്സിലാക്കുവാൻ പഴയ നിയമം സഹായകമാണ്. പഴയ നിയമത്തിന്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് പുതിയ നിയമം സഹായകമാണ്. വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില പഠിതാക്കള് ഏതൊരു ടെക്സ്റ്റിനെ എടുത്തു കഴിഞ്ഞാലും അതിനെ കൊണ്ടുപോയി പഴയ നിയമവുമായിട്ട് ബന്ധിപ്പിക്കും. അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഒരു ടെക്സ്റ്റിനെ എടുത്ത് അതിനെ പുതിയ നിയമവുമായിട്ട് കണക്ട് ചെയ്യും. ഒരു ഉദാഹരണം, സങ്കീർത്തനം 22:1 എന്താണ്? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? അതാണ് 21. നമ്മൾ പറയുന്നത് എന്നതാണ്? ഇത് ഈശോയുടെ കുരിശിലെ പ്രാർത്ഥനയാണ്. നമ്മൾ പുതിയ നിയമ റെഫറൻസസ് ആണ് അതിന് കൊടുക്കുന്നത്. ഇതിന്റെ രണ്ടും പശ്ചാത്തലം ഒന്നാണ്. തീർച്ചയായിട്ടും സങ്കീർത്തനം 22 പഠിക്കുന്ന ഒരാള് ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് പഠിച്ച് വീണ്ടും നമുക്ക് കണക്ട് ചെയ്യാം. ഈ പ്രാർത്ഥന തന്നെയാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഉരുവിട്ടത്. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഈശോ അത്രമാത്രം സങ്കീർത്തനങ്ങളും അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥവും പഠിച്ചിരുന്നു. ഓരോ ജീവിത സാഹചര്യങ്ങളിലും അത് വിശുദ്ധ ഗ്രന്ഥം ഈശോ ഉരുവിട്ടുകൊണ്ടിരുന്നു. കുരിശിൽ കിടന്ന കള്ളന്മാര്, കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്നവര് തെറിവാക്കുകൾ പറയുമ്പോഴും ഒക്കെ ഈശോ എന്താണ്? വിശുദ്ധ ഗ്രന്ഥം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? സങ്കീർത്തനം 22 പഠിക്കുമ്പോൾ ഇത് ഈശോയുടെ കുരിശിലെ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. പഴയ നിയമ പുസ്തകം പഠിക്കുമ്പോൾ ആദ്യം അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം പഠിക്കാൻ. അതിന്റെ പൂർത്തീകരണം ഇന്നത്തെ പഠിതാക്കളായ നമുക്ക് പുതിയ നിയമത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. വീണ്ടും അടുത്തത്, യേശുവാണ് ദൈവിക രഹസ്യങ്ങളുടെ ഏറ്റവും ആധികാരികമായ വ്യാഖ്യാതാവ്. നമുക്ക് വളരെ പ്രത്യേകിച്ചും കത്തോലിക്കരായ വിശ്വാസികളായി നമുക്ക് ഏതൊരു പഴയ നിയമ ഗ്രന്ഥത്തിനും ഒരു ഉത്തരം യേശുവിന്റെ വ്യാഖ്യാനത്തിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. വെളിപാടുകളുടെ പൂർണ്ണതയായ മിശിഹ തന്നെയാണ് ഈ ദൈവിക രഹസ്യങ്ങളുടെ മുഴുവനെയും വ്യക്തമായി വ്യാഖ്യാനിക്കുവാൻ ആധികാരികതയുള്ളവൻ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി വിവാഹമോചനത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഉൽപ്പത്തി 2:24 ഇപ്പോൾ നമ്മൾ കണ്ടായിരുന്നു. വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിന്റെ ഹലക്കാഹ് വ്യാഖ്യാന ശൈലിയാണ് ഈശോ അവലംബിക്കുന്നത്. അത് മത്തായി 19:6. അതായത് നിയമത്തിന് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. സോറി, ഇപ്പോൾ നമ്മൾ കാണുന്ന ആദിമസഭയുടെ വ്യാഖ്യാന രീതികളാണ്. ഇതില് ഒന്നാമത്തേതാണ് പ്രതിരൂപാത്മക വ്യാഖ്യാനം. ഇവിടെ പ്രതീകങ്ങളിലൂടെ നമ്മൾ അതായത് പഴയ നിയമത്തിലെ വ്യക്തികളെയും സംഭവങ്ങളെയും പുതിയ നിയമ വ്യക്തികളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും പ്രതിരൂപങ്ങളായി അവതരിപ്പിക്കുന്ന വ്യാഖ്യാന ശൈലി. പഴയ നിയമത്തില്, അതായത് പഴയ നിയമ വ്യക്തികളെ പുതിയ നിയമവുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആദത്തിന്റെ പ്രതിരൂപമാണ് മിശിഹ. അതുപോലെ തന്നെ മോശയെയും ഈശോയുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, എന്താണ് ഏദേനിലെ പഴം, ആ മരം, ശാപത്തിന്റെ മരം, പുതിയ നിയമത്തിലെ മരം കുരിശ്, രക്ഷയുടെ മരം എന്നൊക്കെയുള്ള ഇങ്ങനെ പ്രതീകങ്ങളിലൂടെ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. അടുത്തത് നമ്മൾ രൂപകാത്മക വ്യാഖ്യാനം എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ അലഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ, അതായത് പ്രത്യക്ഷ വായനയിൽ ലഭിക്കുന്നതിൽ നിന്നും ഉപരിയായ അർത്ഥത്തിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഈ വ്യാഖ്യാനത്തിന്റെ കാതല്. അതായത്
നമ്മൾ വായിക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അലഗോറിക്കൽ ഇന്റർപ്രിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ടെക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ലിറ്ററൽ ആയിട്ടുള്ള ഒരു അർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യാസപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവരണ അർത്ഥമാണ് ഈ രൂപകാത്മക വ്യാഖ്യാനം നമുക്ക് നൽകുന്നത്. അതായത് നമുക്ക് നല്ല സമറിയാക്കാരന്റെ ഉപമയില് പുസ്തകത്തിൽ നമുക്കുണ്ട് ഒരു മനുഷ്യൻ. ഇവിടെ മനുഷ്യൻ എന്ന് പറയുന്നത് ആദ്യ മനുഷ്യനായ ആദത്തെ സൂചിപ്പിക്കുന്നു. ജെറുസലേമിൽ നിന്ന് ജെറീക്കിലേക്ക് പോയി എന്ന് പറയുന്നു, പർദീസയിൽ നിന്ന് നാശത്തിലേക്ക് പോയി. ഇങ്ങനെ അലഗോറിക്കലായിട്ട് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നു. അടുത്തത് ബോധനാത്മക വ്യാഖ്യാനം. അതായത് ബോധനം പഠിപ്പിക്കാനായിട്ട് പ്രധാനമായിട്ടും വിശ്വാസ സത്യങ്ങളെ കുറിച്ചുള്ള ബോധനം നൽകുന്ന വ്യാഖ്യാനമാണ്, പഠിപ്പീരുകളാണ് ഇത്. അടുത്തത് നമ്മൾ കാണുന്നത് പൂർത്തീകരണ വ്യാഖ്യാനം. ഇവിടെ പഴയ നിയമത്തിലെ സംഭവങ്ങളുടെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായി പുതിയ നിയമ സംഭവങ്ങളെ വ്യാഖ്യാനിക്കുന്ന ശൈലി. മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. ഇതിന് ഞാൻ മുൻപേ ഒരു എക്സ്പ്ലനേഷനും കൂടെ നൽകിയിരുന്നു. രക്ഷാകര ചരിത്ര വ്യാഖ്യാനമാണ് അടുത്തത്. രക്ഷയോടനുബന്ധിച്ച്, അതായത് മിശിഹ രഹസ്യങ്ങൾ, രക്ഷയോടനുബന്ധിച്ച് സംഭവിക്കുന്നവയെ എല്ലാം ദൈവത്തിന്റെ അനാദിയിലുള്ള പദ്ധതിയുടെ ഭാഗമായി മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന വിവരണ ശൈലിയാണ് ഇത്. വിജാതീയരുടെ രക്ഷയും ദൈവത്തിന്റെ അനാദി മുതലെയുള്ള ഒരു പദ്ധതിയാണെന്ന് ഇത് വെളിപ്പെടുന്നു. അടുത്തത് വെളിപാട് വ്യാഖ്യാനം. യുഗാന്ത്യ വിവരണത്തിനായുള്ള വെളിപാട് ശൈലി, അതായത് ദാനിയേലിന്റെ ഒക്കെ പുസ്തകം ഉപയോഗിച്ചുകൊണ്ട് ഉദ്ധിതനായ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് യുഗാന്ത്യ ദർശനം അവതരിപ്പിക്കുന്ന ശൈലി. അടുത്തത് വിശ്വാസ സംരക്ഷണ വ്യാഖ്യാനം. സത്യവിശ്വാസത്തിന് വിരുദ്ധമായി രംഗപ്രവേശം ചെയ്ത ഭാഷണതകളെ തിരുത്തുകയും അവയുടെ ആശയങ്ങളിലെ പൊള്ളത്തരങ്ങൾ വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ വ്യാഖ്യാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ കാണുന്നത് വചനവ്യാഖ്യാന കേന്ദ്രങ്ങളാണ്. അലക്സാൻഡ്രിയയിലെയും അന്ത്യോക്യയിലെയും പഠന കേന്ദ്രങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഊന്നല് കൊടുക്കുന്നത്. അതായത് ഇനി അലക്സാൻഡ്രിയൻ പഠന കേന്ദ്രത്തിന്റെ പിതാവായി കരുതപ്പെടുന്നത് യഹൂദ തത്വചിന്തകന്, അതുപോലെ തന്നെ പഴയ നിയമത്തെ തത്വചിന്താപരമായി വ്യാഖ്യാനിക്കുന്നതിൽ ശ്രേഷ്ഠനുമായിരുന്ന ഫിലോയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കാലശേഷം ഈ പഠന കേന്ദ്രം ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന്റെ പരിശീലന കളരിയെ മാറി. ഇവിടെ പ്രധാന കഥാപാത്രമായി നമുക്ക് വരുന്നത് ഒറിജിനാണ്. അതായത് അലക്സാണ്ട്രിയ അന്ത്യോക്യ രണ്ട് സ്കൂളുകള് ഈ വചന വ്യാഖ്യാനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു. അവിടുത്തെ പ്രൊമിനന്റ് ഫിഗേഴ്സ് ആണ് ഫിലോയും ഒറിജിനും. ഇവിടെ വചന വ്യാഖ്യാനത്തിന്റെ പല തലങ്ങള്, അതായത് പ്രധാനമായിട്ടും 3 തലങ്ങളുണ്ട് എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് ശാരീരിക അല്ലെങ്കിൽ വാചിക തലം. ഇവിടെ പ്രത്യക്ഷ വായനയിൽ മനസ്സിൽ ഉദിക്കുന്ന അർത്ഥം. ഈ വ്യാഖ്യാന തലം തികച്ചും ഭൗതികമാണെന്ന് കരുതപ്പെടുന്നു. അതായത് എന്താണ് ബാഹ്യമായിട്ട്, ശാരീരികം അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഒരു തലം. അടുത്തത് മാനസികം അല്ലെങ്കിൽ ധാർമ്മിക തലം. ഇവിടെ ദൈവവചനത്തെ ജീവിതഗന്ധിയായി മനസ്സിലാക്കുന്ന തലമാണ് നമ്മൾ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ആത്മീയ തലം. ഒരു വ്യക്തി ആത്മീയ വളർച്ചയിൽ പൂർണ്ണത പ്രാപിക്കുമ്പോഴാണ് ഈ അർത്ഥതലത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് വചനത്തെ ജീവിതത്തിന്റെ ആത്മീയ വളർച്ചയുടെ ഭാഗമാക്കി ഇതിനെ മാറ്റുന്നു. ഇനി നമ്മൾ കാണുന്നത് അന്ത്യോക്യൻ പഠന കേന്ദ്രമാണ്. AD 394 മരണമടഞ്ഞ താർസുസിലെ ദയദോറാണ് അന്ത്യോക്യൻ പഠന കേന്ദ്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ പണ്ഡിതൻ. ബൈബിൾ വ്യാഖ്യാനത്തിന്റെ പ്രഥമവും പ്രധാനവുമായ തലം വാച്യാർത്ഥമാണെന്ന് അന്ത്യോക്യൻ പഠന കേന്ദ്രം വാദിച്ചു. ഇപ്പോ മുൻപേ നമ്മൾ കണ്ടായിരുന്നു ഫിലോയും ഒറിജിനും കൊണ്ടുവന്ന 3 തലങ്ങള്: ശാരീരികം, മാനസികം, ആത്മീയം. ഇവിടെ നമ്മളിപ്പോൾ അന്ത്യോക്യൻ സ്കൂളിലേക്കാണ് വരുന്നത്. ഇവിടെ ലിറ്ററൽ സെൻസ് ഇന്ന് ബൈബിൾ പഠനത്തിൽ വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒന്നുകൂടിയാണ് ലിറ്ററൽ സെൻസ്. അതായത് ഇത് വാച്യാർത്ഥം. നമ്മൾ വീണ്ടും ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിന് ചരിത്രത്തിലും ഭാഷാശാസ്ത്രത്തിലും അധിഷ്ഠിതമായ ശാസ്ത്രീയമായ അടിത്തറ പാകിയത് അന്ത്യോക്യൻ പഠന കേന്ദ്രമായിരുന്നു. ഓക്കെ,
ബൈബിൾ വ്യാഖ്യാനം മധ്യശതകത്തില്. വാച്യാർത്ഥം യാഥാർത്ഥ്യം വെളിവാക്കുന്നു. രൂപകാർത്ഥം വിശ്വസിക്കേണ്ടത് എന്തെന്നും ധാർമ്മിക അർത്ഥം എന്ത് ചെയ്യണമെന്നും യുഗാന്ത്യോന്മുഖ അർത്ഥം അന്തിമ ലക്ഷ്യം എന്തെന്നും പഠിപ്പിക്കുന്നു. അതായത് ഇവിടെ 3 തരത്തിലാണ് പറയുന്നത്. ഒന്ന് വാച്യാർത്ഥം, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് സത്യം, യാഥാർത്ഥ്യം. 2 രൂപകാർത്ഥം, എന്താണ് വിശ്വസിക്കേണ്ടത്. 3 ധാർമ്മികാർത്ഥം, എന്താണ് ചെയ്യേണ്ടത്. 4 യുഗാന്ത്യോന്മുഖാർത്ഥം, അന്തിമ ലക്ഷ്യം അത് എന്താണെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ജെറുസലേം വാച്യാർത്ഥത്തിന്റെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജെറുസലേം എന്നൊരു വാക്ക്, ഇതിന്റെ വാച്യാർത്ഥം തലസ്ഥാനമായിരുന്ന നഗരം. എന്തിന്റെ? ജെറുസലേം എന്ന് പറയുന്നത് എന്നതാ? യൂദയായുടെ തലസ്ഥാനം. ജെറുസലേം എന്ന് പറയുമ്പോൾ അതിന്റെ വാച്യാർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് യൂദയായുടെ തലസ്ഥാനം ജെറുസലേം. ഇനി അതിന്റെ രൂപകാത്മക അർത്ഥം, അലഗോറിക്കൽ മീനിങ് എന്ന് പറയുന്നത്, ജെറുസലേം നഗരം എന്ന് പറയുന്നത് എന്നതാണ്? രൂപകാത്മകം, സഭയുടെ പ്രതീകം. ധാർമ്മിക അർത്ഥം, ജെറുസലേം എന്നത് മനുഷ്യാത്മാവിന്റെ പ്രതീകമാണ്. യുഗാന്ത്യോന്മുഖത, ജെറുസലേം സ്വർഗത്തിന്റെ പ്രതീകമാണ്. വാച്യാർത്ഥം പ്രധാന അർത്ഥം. ഇവിടെ വാച്യാർത്ഥം എന്നതിലൂടെ ഗ്രന്ഥകർത്താവിന്റെ വാക്കുകള് അത് നമുക്ക് നൽകുന്ന അർത്ഥം. ഗ്രന്ഥകർത്താവ് എന്താണ് കൈമാറാൻ ആഗ്രഹിച്ചത്, ഏതർത്ഥത്തിലാണോ അത് എഴുതിയത്, എന്നതിലൂടെ ആ ഗ്രന്ഥകർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 2 ഗ്രന്ഥകർത്താവ് എന്ന പദവും വിശദീകരണം അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 3 അതായത് പല കാനോനിക ഗ്രന്ഥങ്ങളുടെ രചയിതാക്കള് അജ്ഞാതരാണ്. ഈ ഗ്രന്ഥകർത്താവ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾ സുവിശേഷം വായിക്കുകയാണ്, മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുകയാണ്. ഗ്രന്ഥകർത്താവിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യാതൊരു ബന്ധം, ഒരു മരിച്ച അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കാത്ത ഒരു ഗ്രന്ഥകർത്താവാണ് ഇവിടെ ഉള്ളത്. പേര് വെച്ച് എഴുതിയിട്ടുള്ളവയുടെ ഗ്രന്ഥകർത്താക്കളെ കുറിച്ച് നമുക്ക് കാര്യമായിട്ടുള്ള അറിവുകളൊന്നും തന്നെ ഇല്ല. ഇനി യേശു പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സുവിശേഷ വചനത്തിന്റെ വാച്യാർത്ഥം എന്നത്, യേശു ഏതർത്ഥത്തിൽ പ്രസ്തുത വചനം പറഞ്ഞു എന്നത് രേഖപ്പെടുത്തിയ സുവിശേഷകൻ മനസ്സിൽ കരുതുന്നുവോ ആ ഒരു അർത്ഥമാണ്. ഇനി അടുത്തത്, മാനുഷികമായ വചനങ്ങൾക്ക് അത് പറയുന്ന വ്യക്തി ഉദ്ദേശിക്കുന്നതിനുപരിയായ അർത്ഥം ദൈവനിവേശനത്തിലൂടെ കൈവരിക്കാനും ഇടയുണ്ട്. ഉദാഹരണം യോഹന്നാൻ 13:11-50. ഇവിടെ യോഹന്നാൻ 11:50, എല്ലാവരും നശിക്കാതിരിക്കാൻ ഒരുവൻ നശിക്കുന്നത് നല്ലതാണ്. മാനുഷികമായ വചനങ്ങൾക്ക് അത് പറയുന്ന വ്യക്തി ഉദ്ദേശിക്കുന്നതിലുപരിയായ അർത്ഥം ദൈവനിവേശനത്തിലൂടെ കൈവരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും നശിക്കാതിരിക്കുന്നതിനായിട്ട് ഒരുവൻ നശിക്കുന്നത് നല്ലതാണ്. ഇവിടെ കയ്യാഫാസ് ഇത് പറഞ്ഞത് എന്തിനാണ്? റോമൻ ആക്രമണം ഒഴിവാക്കാൻ യേശു മരിക്കണമെന്ന് രാഷ്ട്രീയ കാരണം. എന്നാൽ സുവിശേഷകർ ഇത് പറയുന്നത് എന്നതിനാണ്? ഇതിലൂടെ യേശുവിന്റെ മരണത്തിലൂടെ ലോകത്തിന്റെ രക്ഷ മുഴുവനും സംജാതമാകണം എന്നുള്ളതാണ്. ഇനി നമ്മൾ കാണുന്നത് വാച്യാർത്ഥം ഗ്രഹിക്കാനായിട്ടുള്ള വഴികള്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ബൈബിൾ രൂപം കൊണ്ട കാലഘട്ടത്തെക്കുറിച്ചും ദേശത്തെക്കുറിച്ചുമുള്ള സമഗ്രമായ അറിവ്. അടുത്തത്, വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ട മൂലഭാഷകളിലുള്ള അവഗാഹം. പ്രധാനമായിട്ടും വിശുദ്ധ ഗ്രന്ഥ പഠിതാക്കള് ഗ്രീക്ക്, ഹീബ്രു, അറമൈക്, സിറിയക്, ലാറ്റിൻ ഈ 5 മൂലഭാഷകള് എങ്കിലും പഠിച്ചിട്ട് വേണം ഒരു ബൈബിൾ പഠനത്തിലേക്ക്, പ്രത്യേകിച്ചും പഴയ നിയമ പഠനത്തിലേക്ക് നമ്മൾ ആഴമായി ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 5 മൂലഭാഷകളെ കുറിച്ചും നമുക്ക് വേണ്ടത്ര അവഗാഹം ഉണ്ടാകണം. മൂലഭാഷകള്. ഇനി അടുത്തത്, വ്യാഖ്യാതാവിന്റെ ആശയങ്ങൾ പുസ്തകത്തിലേക്ക് സന്നിവേശിപ്പിച്ച് വ്യാഖ്യാനിക്കുന്ന ശൈലിക്ക് പകരം വ്യാഖ്യാനിക്കുന്ന പുസ്തകത്തിന്റെ ആശയം വ്യാഖ്യാതാവിലേക്ക് സ്വീകരിച്ച് കാലാനുസൃതമായി വ്യാഖ്യാനിക്കുക. അതായത് ഇപ്പോൾ ഞാൻ പുസ്തകം വ്യാഖ്യാനിക്കുകയാണ്, എന്റെ ആശയങ്ങളെ ആ പുസ്തകത്തിലേക്ക് കയറ്റി വ്യാഖ്യാനിക്കുകയല്ല വേണ്ടത്. മറിച്ച് ഈ വ്യാഖ്യാനിക്കുന്ന പുസ്തകത്തിന്റെ
പുസ്തകത്തെയാണ്, നമ്മൾ എടുത്തിരിക്കുന്ന പുസ്തകത്തെ അതിന്റെ ആശയം നമ്മൾ സ്വീകരിച്ചിട്ടാണ് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. എക്സജേസിസ് അല്ല, മറിച്ച് എക്സജേസിസ് ആണ് ശരിയായിട്ടുള്ള വ്യാഖ്യാന ശൈലി. അടുത്തത് നമ്മൾ കാണുന്നത് വ്യാഖ്യാനിക്കുന്ന ഗ്രന്ഥത്തിന്റെ സാഹിത്യ രൂപം നമ്മൾ കണ്ടെത്തണം. അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ സാഹിത്യ രൂപം കണ്ടെത്തുക എന്നുള്ളത്. പലതരത്തിലുള്ള സാഹിത്യ ശൈലികളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ചിലപ്പോൾ കഥകൾ കാണും, ഉപമകൾ കാണും, പ്രസംഗങ്ങൾ കാണും, നാടകങ്ങൾ കാണും. ഏത് സാഹിത്യ രീതി, ഇതാണ് ഇവിടെ സാഹിത്യ രീതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് അത് നമ്മൾ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. 1 തിമോത്തി 5:23. അല്പം വീഞ്ഞ് ഉദരത്തിന് നല്ലതാണ്. തിമോത്തിയോസിന് വേണ്ടിയിട്ട് പൗലോസ് എഴുതിയിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഇന്നതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പലപ്പോഴും ആ സാഹിത്യ രീതി, അതിന്റെ ആ കാലഘട്ടം, അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാതെ നമ്മളുടേതായിട്ട് വ്യാഖ്യാനിക്കും. നമുക്ക് അങ്ങനെ ധാരാളം തമാശകൾ ഇന്ന് നമ്മൾ പറയാറുണ്ട്. യൂദാസ് പോയി തൂങ്ങിച്ചെത്തു, അതുപോലെ നീയും ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു അതിന്റെ പശ്ചാത്തലവും അതുപോലെ തന്നെ സാഹിത്യ രീതികള്, ആ കോണ്ടെക്സ്റ്റ് ഒക്കെ മനസ്സിലാക്കാതെ നമ്മൾ വ്യാഖ്യാനം കൊടുക്കുമ്പോൾ വന്നു പോകുന്ന വീഴ്ചകള്. ബൈബിളിലെ ചരിത്ര വ്യാഖ്യാനങ്ങളെ വിശദീകരിക്കുമ്പോൾ ചരിത്ര വ്യാഖ്യാനം നടത്തുന്ന ഗ്രന്ഥത്തിന്റെ സ്വഭാവം പ്രത്യേകം പ്രസ്താവ്യമാണ്. അതായത് ആ പുസ്തകം എപ്പോൾ, എങ്ങനെ, ഏത് സാഹചര്യത്തിൽ, ആർക്ക് വേണ്ടി എഴുതി, ഈ കാര്യങ്ങളെല്ലാം ഒരു ടെക്സ്റ്റിനെ ആ ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കണം. ഇനി നമ്മൾ കാണുന്നതാണ് പൂർണ്ണമായ അർത്ഥം. ഒരു വചനഭാഗത്തിന് ദൈവം ഉദ്ദേശിച്ച ആഴമായ അർത്ഥത്തെയാണ് പൂർണ്ണമായ അർത്ഥം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ക്രമാനുഗതമായി വെളിപ്പെടുത്തുന്ന ദൈവിക വെളിപാടുകളുടെ സമഗ്രതയിൽ നിശ്ചിത വചനഭാഗത്തെ വ്യാഖ്യാനിക്കുമ്പോഴാണ് പൂർണ്ണമായ അർത്ഥം കിട്ടുന്നത്. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്ന കാര്യങ്ങളെ, ദൈവിക വെളിപാടുകളുടെ ആ പൂർണ്ണതയില് ഒരു പ്രത്യേക വചനഭാഗത്തെ, നമ്മൾ വ്യാഖ്യാനിക്കുന്ന വചനഭാഗത്തെ ദൈവം വെളിപ്പെടുത്തിയ ദൈവിക വെളിപാടുകളോട് ചേർന്നുകൊണ്ട് നമ്മൾ വ്യാഖ്യാനിച്ചാൽ മാത്രമേ അതിനൊരു പൂർണ്ണമായിട്ടുള്ള ഒരു അർത്ഥം നമുക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തത്, ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രധാന കാരണം, അതായത് പ്രിൻസിപ്പൽ കോസ് എന്ന് പറയുന്നത് ദൈവമാണ്. മനുഷ്യ വ്യക്തി വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രചനയിലെ ഉപകരണ കാരണവും ആണ്. വെളിപാടിന്റെ ഉയർന്ന തലങ്ങളിലെ ഇത് നമുക്ക് വ്യക്തമാകുകയുള്ളൂ. പൂർണ്ണമായ അർത്ഥം അതായത് വിശുദ്ധ ഗ്രന്ഥം രചിച്ച മാനുഷിക രചയിതാവിന് അതിന്റെ പൂർണ്ണമായ അർത്ഥം വെളിപ്പെടുത്തി കിട്ടി എന്ന് കരുതണ്ട. ഇന്ന് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് എനിക്ക് ഒരു വചനഭാഗം വായിച്ചു കിട്ടുന്ന ഒരു അർത്ഥമായിരിക്കുകയില്ല വേറെ ഒരാൾക്ക് അത് കിട്ടുന്നത്. എഴുതിയ രചയിതാവ് ഒരു പക്ഷെ അത് രചയിതാവിന് വെളിപ്പെടുത്തപ്പെട്ട അർത്ഥമായിരിക്കുകയില്ല ഇന്ന് വായനക്കാരായ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ കാണുന്നത് പഴയ നിയമ പൂർത്തീകരണം ഗ്രഹിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. ആദ്യമായി തന്നെ വിശുദ്ധ ഗ്രന്ഥകർത്താവ് ഒരു മുൻകാല വിശുദ്ധ ഗ്രന്ഥകർത്താവിന്റെ വചനം ഉദ്ധരിക്കുമ്പോൾ പ്രസ്തുത വചനത്തിന്റെ അർത്ഥം ആദ്യം എഴുതിയ രചയിതാവും നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് ഉദ്ധരിക്കുന്ന ഗ്രന്ഥകർത്താവും എപ്രകാരം മനസ്സിലാക്കിയെന്ന് കണ്ടെത്താനും അവയിൽ വൈരുദ്ധ്യങ്ങളില്ല എന്ന് ഗ്രഹിക്കാനും ദൈവനിവേശിത അർത്ഥമായ പൂർണ്ണാർത്ഥം നമ്മളെ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടി നടത്തുമ്പോൾ എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ വഴി അരുളിച്ചത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇത് മത്തായിയുടെ സുവിശേഷത്തില് നമ്മൾ കാണുന്നു. ഇതിന്റെ വ്യാഖ്യാനം, ഇതിന്റെ പിന്നിലുള്ളത് എന്നതാണ്? ഏശയ്യായുടെ പ്രവചനം, കന്യക ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കുമെന്നുള്ള ഏശയ്യായുടെ പ്രവചനം. അതിന്റെ ഈ പഴയ നിയമ പ്രവചനത്തിന്റെ പൂർത്തീകരണം നമ്മൾ കണ്ടെത്തുന്നത് പുതിയ നിയമത്തിൽ ആണ്. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് വിശ്വാസ സത്യങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനമാണ്. വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പല വിശ്വാസ സത്യങ്ങളും സഭയുടെ സുവനഹദോസുകൾ പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാം, ആദ്യം വിശുദ്ധ ഗ്രന്ഥമാണ് എഴുതിയത്, പിന്നീടാണ് നമുക്ക് വിശ്വാസ സത്യങ്ങൾ ലഭിച്ചത്. ഇപ്രകാരം പ്രഖ്യാപിക്കപ്പെടുന്ന വിശ്വാസ സത്യങ്ങളെല്ലാം ദൈവിക വെളിപാടിലും
വിശുദ്ധ ഗ്രന്ഥത്തിലും അധിഷ്ഠിതമാണ്. എന്താണ്? വിശ്വാസ സത്യങ്ങൾ ദൈവിക വെളിപാടിലും വിശുദ്ധ ഗ്രന്ഥത്തിലും അധിഷ്ഠിതമാണ് എന്നതാണ് സഭയുടെ വിശ്വാസം. എന്നാൽ പ്രസ്തുത വചനങ്ങൾ എഴുതിയ ഗ്രന്ഥകാരൻ ഇപ്രകാരം ഒരു അർത്ഥം ആ വചനങ്ങൾക്ക് നൽകിയിരുന്നു എന്നതും, ഇല്ലെങ്കിൽ സഭ പ്രഖ്യാപിക്കുന്ന വിശ്വാസ സത്യങ്ങൾക്ക് ആധാരമായി പ്രസ്തുത വചനങ്ങൾ ഉപയോഗിക്കാനാവുമോ എന്നതുമാണ് ഇന്ന് നമ്മളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഉത്ഭവഭാവത്തെ കുറിച്ച് പറയുന്നു. റോമക്കാർക്ക് എഴുതിയ അതിന്റെ ഉത്ഭവഭാവത്തെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് എന്താണ് പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-21 വചനങ്ങൾ പറയുന്നത്. അതിനെ ബേസിലോട്ട് പോകുന്നതിനാണ് ആദത്തിന്റെ പാപം. ഇവിടെ ആദ്യം എഴുതിയത് ഏതായിരുന്നു? വിശുദ്ധ ഗ്രന്ഥം. പിന്നീടാണ് വിശ്വാസ സത്യങ്ങള് നമുക്ക് ലഭ്യമാകുന്നത്. ഇനി നമ്മൾ കാണുന്നത് ബൈബിൾ വ്യാഖ്യാനം കത്തോലിക്ക വീക്ഷണത്തിലാണ്. ദൈവവചനം നമ്മൾ ആദ്യം കണ്ടിരുന്നത്. ദൈവവചനം സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങൾ, തിരുസഭയിലും വിശുദ്ധ പാരമ്പര്യങ്ങളിലും ഊന്നി കൊണ്ട് വേണം വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനം നിർവഹിക്കുവാൻ. ഇവിടെ ഇത് മൂന്നും പരസ്പര പൂരകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തില് ലിയോ 13 മാർപ്പാപ്പ, അതായത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, അതായത് തെന്ത്രോസ് വനഹദോസില് വിശുദ്ധ ഗ്രന്ഥ പാരമ്പര്യത്തിന് വേണ്ടിയിട്ട് പ്രാധാന്യം നൽകിയിരുന്നു. പക്ഷെ പിന്നീട് ഒരു ദീർഘകാലം വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിൽ ഒരു നീണ്ട നിശബ്ദത നിലനിന്നിരുന്നു. പിന്നീട് ലിയോ 13 മാർപ്പാപ്പ 1892 ജെറുസലേമിലെ എക്കോൾ ബിബ്ലിക് ദ ജെറുസലേമിന്, അതായത് ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അനുവാദം കൊടുക്കുകയാണ് ലിയോ 13 മാർപ്പാപ്പ. അതുപോലെ തന്നെ 1983 പ്രൊവിഡൻറ്റേസിമോസ് ദെയൂസ് എന്ന സർവപരിപാലകനായ ദൈവം എന്ന ചാക്രിക ലേഖനവും എഴുതി ഇതിന്റെ, അതായത് വിശുദ്ധ ഗ്രന്ഥ പഠനത്തിന് പ്രാധാന്യം നൽകുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. വീണ്ടും ദൈവശാസ്ത്ര പഠനത്തെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിശുദ്ധ ലിഖിതങ്ങളുടെ ഉപയോഗം ദൈവശാസ്ത്ര പഠനത്തെ അടക്കി ഭരിക്കേണ്ടതും അത് ദൈവശാസ്ത്രത്തിന്റെ ആത്മാവായി വർദ്ധിക്കേണ്ടതുമാണെന്ന് മാർപ്പാപ്പയുടെ പഠനം വളരെ ശ്രദ്ധേയമായി. വിശുദ്ധ ലിഖിതങ്ങളുടെ ഉപയോഗം, ഇത് ഇപ്പം ഒരു ഉദാഹരണത്തിന് പല, അതായത് എക്ലൈസിയാസ്റ്റിക്കൽ സ്റ്റഡീസിൽ വരെയും ഒക്കെ സഭയാണ് വചനത്തെ വ്യാഖ്യാനിക്കുന്നത്, അതുകൊണ്ട് സഭയാണ് പ്രധാനം, എക്ലൈസിയോളജി ആണെന്ന് പ്രധാനം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇവിടെ പരിശുദ്ധ പിതാവിന്റെ ലിയോ 13 മാർപ്പാപ്പയുടെ പ്രബോധനം വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ലിഖിതങ്ങളുടെ ഉപയോഗം ദൈവശാസ്ത്ര പഠനത്തെ അടക്കി ഭരിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് അവഗാഹം ഉണ്ടാകണം. അതിനെ കാലാനുഗതമായി വ്യാഖ്യാനിക്കുവാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. വീണ്ടും ദൈവശാസ്ത്രത്തിന്റെ ആത്മാവായിട്ട് വർത്തിക്കേണ്ടത് എന്താണ്? വിശുദ്ധ ഗ്രന്ഥമാണ്, വിശുദ്ധ ലിഖിതങ്ങളാണ് എന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുന്നു. വീണ്ടും 1909 ഇപ്പൊ നമ്മൾ കണ്ട് ജെറൂസലേമിലെ എക്കോൾ ബിബ്ലിക് ദെ ജെറൂസലേം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ലിയോ 13 മാർപ്പാപ്പ സ്ഥാപിച്ചു. വീണ്ടും 1909 10 പിയൂസ് മാർപ്പാപ്പ റോമിലെ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. നമുക്കറിയാം ബൈബിൾ പഠനത്തിന്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ജെറുസലേമിലേതും അതുപോലെ തന്നെ റോമിലേത് ബിബ്ലിക്കും എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടും ബൈബിൾ പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ പുറപ്പെടുവിച്ച മറ്റൊരു ചാക്രിക ലേഖനമാണ് സ്പിരിത്തൂസ് പാരക്ലിത്തൂസ് എന്നുള്ളത്. ബൈബിളിന്റെ അടിസ്ഥാന ഗ്രന്ഥകർത്താവ്, ഇവിടെ ബൈബിളിന്റെ അടിസ്ഥാന ഗ്രന്ഥകർത്താവ് ദൈവമാണെന്നും മാനുഷിക ഗ്രന്ഥകർത്താക്കൾ അവരുടെ സ്വഭാവവും, ശ്രദ്ധിക്കണേ, സ്വഭാവവും കഴിവുകളും സ്വതന്ത്രമായി ദൈവാരൂപിയുടെ പ്രവർത്തനത്തിനായി വിട്ടുകൊടുത്തു എന്നുമുള്ള വിശുദ്ധ ജെറോമിന്റെ പഠനത്തെ ഈ ചാക്രിക ലേഖനം ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമ്മൾ കാണുന്നത് ബൈബിൾ വ്യാഖ്യാനം പിയൂസ് 12 മാർപ്പാപ്പ പുറപ്പെടുവിച്ച ദിവിനോ പ്ലാന്തെ സ്പിരിത്തോ. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ദൈവാവിഷ്കരണം എന്ന പ്രമാണരേഖ, ഇതൊക്കെ വിശുദ്ധ ഗ്രന്ഥ പഠനത്തിന്റെ, വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിനുള്ള വലിയ സംഭാവനകളാണ്. വചന വ്യാഖ്യാനത്തിനായി 7 തത്വങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതായത് ബൈബിൾ വായനയിലും വ്യാഖ്യാനത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആവശ്യമാണ്.
ബൈബിളിലൂടെ ദൈവം നൽകിയ അടിസ്ഥാന വെളിപാടിനെ ആധാരമാക്കിയാണ് വ്യക്തിപരമായ വെളിപാടിനെ വ്യാഖ്യാനിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. ബൈബിളിലൂടെ ദൈവം നൽകിയ അടിസ്ഥാന വെളിപാടിനെ ആധാരമാക്കിയാണ് വ്യക്തിപരമായ വെളിപാടിനെ വ്യാഖ്യാനിക്കേണ്ടത്. നമുക്കറിയാം, ഇന്ന് ഒത്തിരി സെക്റ്റുകൾ, ഗ്രൂപ്പുകള് ഈ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനം അവരുടേതായ വഴികളില് കൊണ്ടുപോയി ധാരാളം ഗ്രൂപ്പുകൾ ഇന്ന് നമ്മളുടെ ഇടയിൽ തന്നെയുണ്ട്. എമാനുവേൽ പോലെയുള്ള ഗ്രൂപ്പുകള്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്, വിശുദ്ധ ഗ്രന്ഥത്തിൻ വെളിപാടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വേണം നമ്മൾ വ്യാഖ്യാനങ്ങൾ നൽകാൻ. ബൈബിളിലെ ഓരോ വചനത്തെയും, മുഴുവൻ ബൈബിളിന്റെയും സമഗ്രതയിൽ വ്യാഖ്യാനിക്കണം. ഒരു വചനം എടുത്തുകൊണ്ട് നമുക്ക് തോന്നുന്നത് പോലെ വ്യാഖ്യാനിച്ചാൽ പോരാ. ഒരു വചനം വ്യാഖ്യാനിക്കുമ്പോഴും ആ ബൈബിളിന്റെ മുഴുവനും വെളിച്ചത്തിൽ വേണം അതിനെ വ്യാഖ്യാനിക്കാനായിട്ട്. എന്റെ തീസിസ് 2 വാക്കുകളുടെ വെളിച്ചത്തിലാണ്. ഡെത്ത്, പ്രഷ്യസ് എന്നുള്ള രണ്ട് വാക്കുകളാണ് എന്റെ സങ്കീർത്തനം 116:15 നീതിമാന്റെ മരണം കർത്താവിന്റെ കണ്ണുകളിൽ ശ്രേഷ്ഠമാണ് എന്ന ആ ഒരൊറ്റ വചനം, ആ ഒരൊറ്റ വചനത്തിലെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് 2 വാക്കുകളാണ്. ഈ 2 വാക്കുകൾ അല്ലെങ്കിൽ ഈ ഒരു വചനം എടുത്ത് പഠിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ മുഴുവനും മരണം എന്ന ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് പഠിക്കുന്നത്. അതാണ് പറയുന്നത്, ഒരു വചനമാണ്, ഒരു വാക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തില് അത് എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, എന്താണ് അതിന്റെ അർത്ഥം എന്ന വിശുദ്ധ ഗ്രന്ഥത്തെ മുഴുവനും സമഗ്രതയിൽ വേണം അതിനെ വ്യാഖ്യാനിക്കാനായിട്ട്. മനുഷ്യന്റെ വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും ആവശ്യമായ സത്യങ്ങളാണ് ബൈബിളിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കണ്ടു, ഇതൊരു സയന്റിഫിക് വർക്ക് അല്ല. അതായത് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് മനുഷ്യന്റെ വിശുദ്ധീകരണവും രക്ഷയുമാണ്. ഒരു സെക്കൻഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? താങ്ക് യു. നെറ്റ് കണക്ഷൻ ഒന്ന് ബൈബിളിലൂടെ നമ്മൾ പറഞ്ഞത് മനുഷ്യന്റെ വിശദീകരണത്തിന് രക്ഷിക്കും. ഓക്കെ, താങ്ക് യു. വിശുദ്ധ ഗ്രന്ഥ രചനയിൽ ഗ്രന്ഥകർത്താവിനെ പ്രചോദിപ്പിച്ച പരിശുദ്ധാത്മാവ് തന്നെ വചനത്തിന്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കാൻ വചന വ്യാഖ്യാനം നടത്തുന്ന വിശ്വാസികളുടെ സമൂഹത്തെ പ്രചോദിപ്പിക്കുന്നുണ്ട്. അടുത്തത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം വീഡിയോ ക്ലിയർ അല്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഒരു നെറ്റ് കണക്ഷൻ പോയായിരുന്നു, അതിന്റെ ഒരു ഇച്ചിരി പ്രശ്നം വരുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥ രചനയിൽ ഗ്രന്ഥകർത്താവിനെ പ്രചോദിപ്പിച്ച പരിശുദ്ധാത്മാവ് തന്നെ വചനത്തിന്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കാൻ നമ്മളെ സഹായിക്കുന്നു. വചന വായനയും വ്യാഖ്യാനവും കേവലം ഗതകാല സംഭവങ്ങളുടെ അനുസ്മരണമല്ല, സജീവമായ ദൈവസ്വരം നേരിട്ട് ശ്രവിക്കുന്നതാണ്. സഭയുടെ സജീവ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കാതെ ദൈവജനത്തിന്റെ യഥാർത്ഥ വ്യാഖ്യാനം അസാധ്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി അടുത്തത് അതായത് നമ്മളിപ്പോൾ ഒരു ബൈബിള് പഠിക്കുന്ന ഒരാളോട് സാധാരണ ഒരു റിസർച്ച് നടത്തുന്നവരുടെ ഇടയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ പ്രപ്പോസലൊക്കെ നമ്മുടെ പ്രോജക്റ്റ് അംഗീകരിച്ച് കിട്ടുമ്പോൾ തന്നെ കൂട്ടുകാർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, മെത്തഡോളജി ഏതാണെന്നുള്ളത്. അതായത് ഈ വ്യാഖ്യാനം, വിശുദ്ധ ഗ്രന്ഥ പഠനത്തിന് പ്രധാനമായിട്ടും 2 രീതികളാണ് ഉള്ളത്. ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം അല്ലെങ്കിൽ ലിറ്റററി ക്രിറ്റിസിസം. അല്ലെങ്കിൽ അല്ല കേട്ടോ, 2 രീതികള്, ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസവും ലിറ്റററി ക്രിറ്റിസിസവും. ഇവിടെ ഈ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയും ചരിത്ര വിശകലന രീതി, അല്ലെങ്കിൽ രണ്ടാമത്തേത് സാഹിത്യ വിമർശന രീതി, അല്ലെങ്കിൽ സിൻക്രോണിക് അപ്രോച്ച് എന്ന് പറയും. ഇപ്പൊ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഡയക്രോണിക് അപ്രോച്ച് ആണ് അല്ലെങ്കിൽ സിൻക്രോണിക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്ന്. ഏതെങ്കിലുമൊക്കെ ഈ തീസിസ് ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു മെത്തഡോളജി നമ്മൾ ഫോളോ ചെയ്യും. പ്രധാനമായിട്ടും ഈ 2 വിശകലന രീതികളാണ് ഇന്ന് നമുക്കുള്ളത്. ഇവിടെ ചരിത്ര വിശകലന രീതിയിലേക്ക് ഒരു സെക്കൻഡ്, ഇതിന്റെ കണക്ഷൻ പോയി. നിങ്ങൾക്ക് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.
ഇവിടെ ചരിത്ര വിശകലന രീതിയിലോട്ട് നമ്മൾ നോക്കുമ്പോൾ വിശകലന വിധേയമാക്കുന്ന ഗ്രന്ഥഭാഗം ഏത് സാഹിത്യ രൂപത്തിൽപ്പെട്ടതാണെന്ന് നിർണയിക്കുക. അതായത് ഇതിന്റെ ഫോം ക്രിറ്റിസിസം ആണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. വീണ്ടും ഗ്രന്ഥത്തിന്റെ നമ്മളിപ്പോൾ പറയുന്നത് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒന്നുകൂടെ, അതായത് ഡിയക്രോണിക് അല്ലെങ്കിൽ ഡയക്രോണിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ ഗ്രന്ഥഭാഗം, അതായത് ഈ നമ്മൾ വിശകലനം ചെയ്യുന്ന അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്ന വചനം രൂപീകരിക്കുന്നതിൽ മധ്യവർത്തികളായി നിലകൊണ്ട രചയിതാക്കള്, അതിന്റെ റിഡാക്ടേഴ്സ്, അതിന്റെ റിഡാക്ഷൻ, ക്രിറ്റിസിസം, നടപടികളെ വിലയിരുത്തല്, ഇതെല്ലാം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ്. അതായത് ഡയക്രോണിക് ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡിന്റെ അകത്ത് നമ്മൾ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള വിശകലന രീതികളാണ് നമ്മൾ കാണുന്നത്. അതായത് ഒന്ന് ടെക്സ്റ്റൽ ക്രിറ്റിസിസം അല്ലെങ്കിൽ പാഠ വിശകലനം. ഇതിന്റെ അകത്ത് പ്രധാനമായിട്ടും ബൈബിൾ ഗ്രന്ഥങ്ങൾ, ഇതായത് പല കയ്യെഴുത്ത് പ്രതികള് നമുക്കറിയാം. നിങ്ങൾക്ക് വീഡിയോ കാണാവോ? സ്ക്രീൻ കാണാം. സ്ക്രീൻ കാണാം. വീഡിയോ കാണാവോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, ഇപ്പൊ കാണാവോ? വീഡിയോ കാണാവോ? കാണാം സിസ്റ്ററെ. ഇത്രയും നേരം കാണത്തില്ലായിരുന്നല്ലേ? അല്ലല്ല, കാണാമായിരുന്നു. ഇപ്പൊ ഇതിന്റെ ബ്രേക്ക് വന്ന സമയത്ത് സിസ്റ്റർ സ്വിച്ച് ഓവർ ചെയ്ത സമയത്തുള്ള ഇത് കാണാനില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു. യെസ്, ഇപ്പൊ നമ്മളിപ്പോ കാണുന്ന ഈ പാഠം ഇത് മാത്രമേ കാണാനുള്ളൂ, വേറെ വീഡിയോ ഒന്നും കാണത്തില്ല. വീഡിയോ ഓക്കെ, കുഴപ്പമില്ല. ഞാനിപ്പോ എന്റെ ക്യാമറ ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, കാണാൻ പറ്റുന്നവര്. ഇപ്പൊ ഞാൻ എന്റെ ഒരു ഹീബ്രു ബൈബിളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ ഹീബ്രു ബൈബിളിന്റെ താഴെ കണ്ടോ? അതായത് ഇതാണ് ഹീബ്രു ബൈബിള്. ഇതിന്റെ താഴെ കണ്ടോ ഇങ്ങനെ കുറെ അക്ഷരങ്ങളും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ. ഇത് ഏൻഷ്യന്റ്, അതായത് മൂലകൃതികള്. നമ്മൾ ഈ പാഠവിശകലനം നടത്തുമ്പോൾ പ്രധാനമായിട്ടും ഇതിന്റെ ഒറിജിനൽ ടെക്സ്റ്റുകളിലേക്ക് പല കയ്യെഴുത്ത് പ്രതികൾ കാണും. ഇത് ഏതാണ് ഈ കയ്യെഴുത്ത് പ്രതികൾ മുഴുവനും നോക്കി അതിലെ പദങ്ങളെ നമ്മൾ പരിശോധിക്കുകയും ഏതാണോ മൂലകൃതിയോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്നത് അതിനെ നമ്മളെ പരിഗണിക്കുകയും ചെയ്യുന്നു. അത് മൂലകൃതിയോട് ചേർന്ന് നിൽക്കുന്നതിന് വിശകലനം എന്താണ് കൂടുതൽ അതിനെ നമ്മള് ഇമ്പോർട്ടൻസ് നൽകുന്നു. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് ഉറവിട വിശകലനത്തെ കുറിച്ചാണ്, അതായത് സോഴ്സ് ക്രിറ്റിസിസം. ഇതിവിടെ ഈ സോഴ്സ് ക്രിറ്റിസിസത്തിന്റെ അകത്ത് പ്രധാനമായിട്ടും വെൽഹൗസൺ എന്ന് പറയുന്ന പണ്ഡിതനാണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നു. നമ്മള് 4 സോഴ്സസ്, അതായത് യാഹ്വിസ്റ്റ്, എലോഹിസ്റ്റ്, ഡ്യൂട്രോണമിക് ആൻഡ് പ്രീസ്ലി ട്രഡീഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ നിയമത്തിന്റെയും ഉറവിടം, ഇത് ഏത് 1980 വരെ ഈ അതായത് ഈ 4 സോഴ്സസിനും വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു. ഇന്നും അതിനെക്കുറിച്ച് പലതരത്തിലുള്ള ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ അത് ഉണ്ടയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും ഇന്നും ഈ സോഴ്സ് ക്രിറ്റിസിസത്തിന് ഈ 4 ട്രഡീഷന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വീണ്ടും പുതിയ നിയമത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഈ പുതിയ നിയമത്തിന് നമുക്കറിയാം, പ്രത്യേകിച്ച് സുവിശേഷങ്ങൾക്ക് മർക്കോസിന്റെ സുവിശേഷവും കൊല്ല എന്ന് പറയുന്ന ക്യൂ എന്ന് പറയുന്ന ഒരു അതായത് ഒരു ഉറവിടം, കൊല്ല ഏതാണ് സോഴ്സ് എന്ന് പറയുന്നതാണ് അതിന്റെ മീനിങ്. ഒരു ഉറവിടവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഉറവിടങ്ങളിലേക്കുള്ള ഒരു വിശകലനമാണ് ഉറവിട വിശകലനം എന്ന് പറയുന്നത്. ഇതിന്റെ സോഴ്സ് ഏതാണ്?
ഒരു വചനഭാഗം മനസ്സിലായെന്ന് കരുതുന്നു. ഞാനിപ്പോൾ സമയം പോയല്ലോ എന്നുള്ളത് കൊണ്ട് ഒരല്പ സ്പീഡിൽ വിടാൻ നോക്കി. പക്ഷെ ഇത് ഇച്ചിരി ഒന്ന് സമയം എടുക്കേണ്ടതുമാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. യെസ്, ഇവിടെ ഈ സോഴ്സ്, അതായത് ഉറവിടം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ട് എടുത്തു കഴിയുമ്പോൾ ഇതിന്റെ ഉറവിടം ഏതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടത് യാക്വിസ്റ്റ് ആണോ, പ്രീസ്ലി ആണോ, അതുപോലെ തന്നെ ഡ്യൂട്രോണമിക് ആണോ, ഇങ്ങനെയുള്ള അതിന്റെ ഉറവിടങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിശകലനമാണ്. അടുത്തത് രൂപ വിശകലനം എന്നുള്ളതാണ് അടുത്തത് നമ്മൾ കാണുന്നത്. അതായത് ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ, പുസ്തകങ്ങളുടെയും അവയുടെ ഉറവിടങ്ങളുടെ പിന്നിലുള്ള സാഹിത്യ രൂപങ്ങളെയും അപഗ്രഥിക്കുക എന്നതാണ്. അതിലെ പ്രധാന പഠിതാവ് എന്ന് പറയുന്നത് ഹെർമൻ ഗുങ്കലാണ്. അതുപോലെ തന്നെ വേറെ മാർട്ടിൻ ദിബേലിയൂസ് ഇങ്ങനെ ഉണ്ട്. എങ്കിലും ഹെർമൻ ഗുങ്കലിന്റെ പ്രത്യേകിച്ചും സങ്കീർത്തനങ്ങളിലും പോയട്രിയിലും ഒക്കെ ഈ ഹെർമൻ ഗുങ്കലിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് രൂപ വിശകലനം, ഇതിന്റെ ഫോമിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. അടുത്തത് റിഡാക്റ്റീവ്സ്, സംശോധന വിശകലനം എന്ന് നമ്മൾ പറയുന്നു. അടുത്തത് നമ്മൾ കാണുന്നത് സാഹിത്യ വിശകലന രീതികളെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ആഖ്യാന സംശോധനം ഒന്നുകൂടി ക്ലിയർ ചെയ്യാമോ? സംശോധനം വിശകലനം. യെസ്, റിഡാക്ഷൻ, ക്രിറ്റിസിസം, റിഡാക്ഷൻ. യെസ്, താങ്ക് യു. അത് പറഞ്ഞു തരാം. അതായത് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് പലതരത്തിലുള്ള റിഡാക്ഷൻ എഡിറ്റേഴ്സ് പലതരത്തിലുള്ള കാലഘട്ടങ്ങളിലൂടെ കൈമാറി വന്നു കഴിഞ്ഞപ്പോൾ പല കാലഘട്ടങ്ങളിൽ പലരാല് ഇതിന്റെ അകത്ത് ചില എഴുത്തുകൾ, അതായത് ചില പരിവർത്തനങ്ങൾ ഇതിന്റെ അകത്ത് വരുത്തിയിട്ടുണ്ട്. യെസ്, നോക്കട്ടെ. ചില കൂട്ടിച്ചേർക്കലുകൾ, അവയുടെ കാരണങ്ങൾ അപഗ്രഥിക്കുന്ന. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഞാൻ കാണിച്ച ഹീബ്രു ബൈബിളില് ഈ സൈഡിലൂടെ കെറെ കെത്തീബ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. അതായത് ആദ്യത്തെ ഈ ഒറിജിനൽ പുസ്തകത്തിന്റെ അകത്ത് നമുക്ക് കിട്ടിയ മാനുസ്ക്രിപ്റ്റിന്റെ അകത്ത് ഒരു ഭാഗം, ഒരു വാക്ക് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. അത് പിന്നീട് പഠിച്ച് അത് എഴുതിയവര് അവിടെ കൂട്ടിച്ചേർക്കും. അങ്ങനെയുള്ള കൂട്ടിച്ചേർക്കലുകളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. ഉദാഹരണമായി ഏശയ്യയുടെ പുസ്തകത്തിൽ 3 പ്രവാചകന്മാരുടെ രചനകൾ, ഏശയ്യ 1:39 നമുക്കറിയാം. ഏശയ്യയുടെ പുസ്തകം തന്നെ 3 പുസ്തകങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. ഇത് മുഴുവനും ഏശയ്യ എഴുതിയതല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഒന്ന് പ്രവാസത്തിന് മുൻപ്, ഒന്ന് പ്രവാസ കാലഘട്ടത്തില്, ഒന്ന് പ്രവാസത്തിന് ശേഷം. അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് റിഡാക്ടേഴ്സ്, ഇതിന്റെ രചയിതാക്കൾ, കാലാകാലങ്ങളിൽ വന്നവര് ഇതിന്റെ അകത്ത് പ്രവർത്തിയുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും ഉള്ള വിശദമായിട്ടുള്ള ഒരു പഠനമാണ്. ക്ലിയർ ആയോ? ഇനി നമ്മൾ കാണുന്നത് ആഖ്യാന വിശകലനം അല്ലെങ്കിൽ നരേറ്റീവ് അനാലിസിസ് എന്നാണ്. നരേറ്റീവ് അനാലിസിസ് ആണ് ഇനി നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാണ്? ഒരു വിവരണമാണ്. കഥ പറയുന്ന ഒരു ശൈലി. ഇവിടെ പ്രധാനമായിട്ടും നരേറ്റീവ് മെത്തഡോളജി, അതായത് ഒരു കഥയായിരിക്കും പറയുന്നത്. ഇവിടെ ഒരു കഥാപാത്രം കാണും, അതുപോലെ തന്നെ ഈ കഥ പറയുന്ന ഒരാളുണ്ടാകും, ഒരു പ്ലോട്ട്, ഒരു പശ്ചാത്തലം ഉണ്ടാകും. ഇതും നമ്മൾ ബൈബിൾ വ്യാഖ്യാനത്തിന്റെ പല തലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ആഖ്യാന വിശകലനം അല്ലെങ്കിൽ നരേറ്റീവ് അനാലിസിസ്. ഈ നരേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് നരേഷൻ, വിവരണങ്ങളാണ്, വിശദീകരണങ്ങളാണ്. ഈ വിവരണത്തില് അതായത് ഒരു കഥാപാത്രം കാണും, കഥ പറയുന്നയാൾ കാണും, അവിടെ ഒരു പ്ലോട്ട്, ഒരു പശ്ചാത്തലം കാണും. ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണങ്ങൾ. അടുത്തത് അനുവാചക പ്രതികരണ വിശകലനം, അതായത് റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്.
ഇതിന്റെ അകത്തുനിന്ന് തന്നെ വളരെ ക്ലിയർ ആണ്. ഇതിന്റെ അകത്ത് പ്രധാനമായിട്ടും 4 യാഥാർത്ഥ്യങ്ങളുണ്ട്. അതായത് റിയൽ ഓതർ, യഥാർത്ഥ ഗ്രന്ഥകാരൻ, ഈ പുസ്തകം എഴുതിയ ആള്. അനുമാനിത ഗ്രന്ഥകാരൻ, അതായത് ഇംപ്ലൈഡ് ഓതർ എന്ന് പറയും. വീണ്ടും യഥാർത്ഥ വായനക്കാരന്, അനുമാനിത വായനക്കാരന്, ഇങ്ങനെ 4. അതായത് ഒന്ന് ഈ പുസ്തകം എഴുതിയ ആള്. ഇനി നമ്മളുടെ സങ്കല്പത്തിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മൾ തന്നെ. ഇപ്പൊ മത്തായി എന്ന് പറയുന്ന സുവിശേഷകൻ നമുക്കറിഞ്ഞുകൂടാ, പക്ഷെ നമ്മുടെ സങ്കല്പത്തിൽ ഒരു വിശുദ്ധ ഗ്രന്ഥകാരനുണ്ട്. അടുത്തത് വായനക്കാരന്. അതുപോലെ തന്നെ ഈ എഴുതിയ സുവിശേഷം എഴുതിയപ്പോൾ ഇതാരെ ഉദ്ദേശിച്ചെഴുതി? വായനക്കാരൻ. വീണ്ടും ഇതിനെ പിന്നീട് ആ ഗ്രന്ഥകർത്താവിന്റെ ഭാവനയിൽ പോലും വരാത്ത കുറെ റീഡേഴ്സ് ഉണ്ട്, അനുമാനിത വായനക്കാരന്. അങ്ങനെയുള്ള ഈ തലങ്ങളെ വെച്ചുകൊണ്ടുള്ള ഒരു വ്യാഖ്യാനങ്ങള്. പിന്നെ അടുത്തതാണ് ഘടന. ഇതും അതായത് നമ്മളൊരു പെരിക്കോപ്പ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് എടുക്കുകയാണെന്ന് വെച്ചു. ഒരു സുവിശേഷം, മത്തായിയുടെ സുവിശേഷം തന്നെ എടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു ഘടനയുണ്ട്. ഇനി നമ്മളൊരു പഠനത്തിന് വേണ്ടി ഒരു ബൈബിൾ ഭാഗം എടുക്കുകയാണെങ്കിൽ ആ പ്രത്യേക ഭാഗത്തിന്, പെരിക്കോപ്പിന് നമ്മളൊരു സ്ട്രക്ചർ കണ്ടെത്താറുണ്ട്. അതിനെയാണ് ആ ഘടന കണ്ടെത്തിയ ഘടനയുടെ വിശകലനത്തിന് പറയുന്ന. അങ്ങനെ ഒരു വ്യാഖ്യാന രീതി ഉണ്ട്. അടുത്തത് സാമൂഹിക വിശകലന രീതികൾ. അതായത് സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഉത്തരമായിക്കൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുന്ന രീതി. ഇനി നമ്മൾ കാണുന്നത് ചരിത്ര വിമർശന രീതി അല്ലെങ്കിൽ അടിസ്ഥാന ആഭിമുഖ്യങ്ങൾ എന്നുള്ളതാണ്. ചരിത്ര വിമർശന രീതി, അതിലെ അടിസ്ഥാന ആഭിമുഖ്യങ്ങൾ. ഇവിടെ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഉള്ളത്. 1 ചരിത്രപരത, 2 വിശകലന സ്വഭാവം, 2 വിമർശനാത്മകത. ഇവിടെ ഈ ചരിത്രപരതയ്ക്ക് ഇവിടെ ഈ ചരിത്രപരത എന്ന് പറയുമ്പോൾ ആദ്യ വായനക്കാരും, അതായത് ചരിത്ര വിമർശനത്തിൽ ഒന്നാമതായിട്ട് വരുന്നത് ബൈബിളിലെ പുസ്തകങ്ങള്. നമുക്കറിയാം, കുറെ വർഷങ്ങൾ പഴകിയ ഒരു പുസ്തകം. അതിനെ രൂപം കൊണ്ട ചരിത്ര പശ്ചാത്തലത്തില് ആണ് നമ്മൾ അതിനെ പഠിച്ചു പോരുന്നത്. അതായത് ആരെ ഉദ്ദേശിച്ച് ആദ്യ വായനക്കാര്, അവരുടെ പ്രത്യേകതകളൊക്കെ കൂടെ പരിഗണിച്ചു പോരുന്നു. വീണ്ടും ഓരോ സമൂഹത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിന് കൈവന്ന വ്യത്യാസങ്ങളെ പഠന വിധേയമാക്കുന്നു. വീണ്ടും ഈ വിമർശനത്തില് നമ്മൾ ഈ ചരിത്രത്തിന് ആർക്ക് വേണ്ടി എഴുതി, പിന്നീട് വായിക്കപ്പെടുന്നവര്, ഈ കാര്യങ്ങളെല്ലാമാണ് ഇതിന്റെ അകത്ത് നമ്മൾ പഠിച്ചു പോരുന്നത്. അടുത്തത് വിമർശനാത്മകത. അതായത് വിശുദ്ധ ഗ്രന്ഥം, നമ്മൾ എപ്പോഴും പറയുന്ന ഫെയ്ത്ത് ആൻഡ് റീസൺ. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ഈ 2 കാര്യങ്ങൾ കൂടി ഒരുമിച്ച് പോകണം. അതിനെ ഒരു ക്രിട്ടിക്കൽ ആയിട്ട്, ഒരു യുക്തിസഹജമായിട്ട് നമ്മൾ അതിനെ പഠിക്കണം, വിശകലനം ചെയ്യണം. അടുത്തത് ഇതിന്റെ വിശകലന സ്വഭാവമാണ്. ദൈവിക വെളിപാടിന്റെ ഈ വിശുദ്ധ ഗ്രന്ഥ പഠനം അല്ലെങ്കിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്ന വചനഭാഗത്തിലൂടെ ദൈവം എന്താണോ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് അവയെ നമ്മളുടെ പഠനം വഴി, വിശകലനം വഴി നമ്മൾ കണ്ടെത്തുന്ന ഒന്നാണ്. ഇനി അടുത്തത് ചരിത്ര വിമർശന രീതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ ഘട്ടങ്ങൾ. അതിലൊന്നാണ് പാഠപരിശോധന. അതായത് ഈ പാഠപരിശോധനയിൽ മുമ്പ് നമ്മൾ ഈ ബൈബിള് കാണിച്ചിരുന്നു. മൂലകൃതിയോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന കൃതികൾ നമ്മൾ കണ്ടെത്തുക. ആദ്യം രചിച്ച പുസ്തകം അല്ലെങ്കിൽ മൂലകൃതി എന്ന് പറയുന്ന ഏറ്റവും ആദ്യത്തെ സോഴ്സസ് ഇന്ന് നമുക്ക് ഒരിടത്തും ലഭ്യമല്ല. പിന്നീട് ലഭിച്ച പ്രതികളാണ് ഇന്ന് നമ്മളുടെ കൈവശമുള്ളത്. നമ്മളൊരു പുസ്തകം
ഒരു ടെക്സ്റ്റ് എടുത്ത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വെരിക്കോപ്പ് പഠിക്കുമ്പോൾ അതിന്റെ ഒറിജിനൽ സോഴ്സസുമായിട്ട് നമ്മൾ ഏറ്റവും അധികം അതിനെ കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. അടുത്തത് ഭാഷാ വിശകലനം. ഇത് വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇതിൽ തന്നെ ഇത് വളരെ ക്ലിയർ ആണ്. അതായത് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകള്, അതിലെ അതുപോലെ തന്നെ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്ന വാക്കുകളുടെ അർത്ഥം, ഭാഷകളുടെ ശൈലി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഷാ വിശകലനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് സാഹിത്യ രൂപ വിശകലനം. അതൊരു അല്പം കൂടി നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതായത് ഈ പുസ്തകം, ഇതിന്റെ സാഹിത്യ ശൈലി, ലിറ്റററി ജോണർ എന്നൊക്കെ പറയുന്നത്, ഈ ലിറ്റററി സ്റ്റൈൽ, ഭാഷ രീതി, ശൈലി എന്താണ് എന്നുള്ളത്, ഇതിന്റെ സാഹിത്യ രൂപം എന്താണ്. പ്രത്യേകിച്ചും പദ്യങ്ങളും ഗദ്യങ്ങളെ അപേക്ഷിച്ച് പദ്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു പദ്യമാണെങ്കിൽ തന്നെയും ആ പദ്യത്തിന്റെ മീറ്റർ നമ്മൾ പറയും, ഇതിന്റെ പാദങ്ങള്, കോളൻ, സെമി കോളൻ, ട്രൈക്കോളൻ, ടെട്രാകോളൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ തിരിവുകൾ. അപ്പോൾ അതിന്റെ അകത്തൊക്കെ വരുന്ന ഓരോന്നിന്റെയും പദങ്ങളുടെ ആവർത്തനങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ കൂടെ കൂടിയുള്ളത്, അതായത് പദ്യങ്ങളില്. ഇനി പ്രസംഗങ്ങളുണ്ട്, നരേഷൻ, വിവരണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ആ സാഹിത്യ ശൈലി ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അടുത്തതാണ് സമാഹരണ സങ്കേത പഠനം എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യ ശ്രോതാക്കൾക്ക് ലഭിച്ച ഇത് എഴുതിയത്, ഈ വചനഭാഗം, ഈ ബൈബിളിൽ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് എഴുതിയ ഒരു ശ്രോതാക്കളുണ്ട്. ആ ശ്രോതാക്കളുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ആ ശ്രോതാവിന്റെ സ്ഥാനത്ത് ഞാൻ എന്നെ തന്നെ നിർത്തിക്കൊണ്ട് അതിന്റെ സന്ദേശം നമ്മൾ ഇന്ന് കണ്ടെത്തുക. സമാഹരണ സങ്കേത പഠനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് സാഹിത്യ വിശകലന രീതികള്. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്: പ്രഭാഷണ വിശകലനം, വിവരണ വിശകലനം, പിന്നെ പ്രതീകാർത്ഥ വിശകലനം. ഇതിന്റെ നമ്മൾ കുറേയൊക്കെ ഒന്ന് കണ്ടായിരുന്നു. പ്രഭാഷണ വിശകലനത്തെ കുറിച്ച് ഇതിന്റെ മുൻപ് നമ്മൾ പറഞ്ഞു പോയതായിരുന്നു. അതായത് ഒരു ബൈബിൾ വ്യാഖ്യാനത്തിന് ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു, അതായത് പ്രഭാഷണത്തിന്റെ രീതിയിൽ അവിടെ സംസാരിക്കുന്ന ഒരാള്, ശ്രവിക്കുന്ന ജനങ്ങള്, ആ ഒരു രീതികളിൽ. പിന്നെ വിവരണ വിശകലനം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ നരേറ്റീവ് അനാലിസിസ്, ഒരു വിവരണങ്ങൾ കൊടുക്കുന്നു, അതിൻ്റെ അകത്തെ പ്രധാന കഥാപാത്രങ്ങൾ, പ്ലോട്ട് എന്നിവ. പിന്നെ പ്രതീകാർത്ഥ വിശകലനങ്ങള്, ഇങ്ങനെ ഉള്ള പ്രതീകങ്ങളിലൂടെയുള്ള വിവരണങ്ങൾ നൽകുന്നു. അടുത്തത് നമ്മൾ സാഹിത്യ വിശകലനത്തിന്റെ അടുത്തത് നമ്മൾ കാണുന്നത് പാരമ്പര്യ അധിഷ്ഠിത സമീപനങ്ങളാണ്. കാനോനിക സമീപനങ്ങള്, ഹെബ്രായ വ്യാഖ്യാന രീതികൾ ഉപയോഗിച്ചുള്ള സമീപനം, ഗ്രന്ഥസ്വാധീന, ചരിത്ര സമീപനം. ഈ 3 കാര്യങ്ങളാണ്. കാനോനിക നമ്മൾ ആദ്യം കണ്ടിരുന്നു. പിന്നെ ഹെബ്രായ വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ ഈ ഒരു ഒറ്റ കാര്യം നമ്മൾ ഇതിനകത്ത് ഓർക്കണം. അതായത് നമ്മളുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ, അതായത് ക്രൈസ്തവ സമൂഹം ജന്മം കൊള്ളുന്നത് എവിടെ നിന്നാണ്? യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഹെബ്രായ പാരമ്പര്യങ്ങളും വ്യാഖ്യാനങ്ങളെ കുറിച്ചും നമുക്ക് വേണ്ടത്ര അവഗാഹം ഉണ്ടാകണം. അത് വിശുദ്ധ ഗ്രന്ഥ പഠനത്തിന് വളരെയേറെ സഹായകമാണ്. വീണ്ടും ഗ്രന്ഥസ്വാധീന ചരിത്ര സമീപനം, അതായത് ഈ ഈ പർട്ടിക്കുലർ ടെക്സ്റ്റ് അതിനെ സ്വാധീനിച്ച ഒരു പശ്ചാത്തലം, ചരിത്ര പശ്ചാത്തലം നമുക്ക് നമ്മുടെ പിന്നിലുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. അടുത്തത് നമ്മൾ കാണുന്ന മാനവശാസ്ത്ര സമീപനങ്ങള്. ഇവിടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ അതിന്റെ അർത്ഥം വളരെ ക്ലിയർ ആണ്. അതായത് സാമൂഹ്യ ശാസ്ത്ര സമീപനം, നരവംശ ശാസ്ത്ര സമീപനം, ഈ 2 സമീപന രീതികള്. അതായത് സമൂഹപരമായിട്ട് ഉള്ളത്, സമൂഹത്തോടും സമൂഹങ്ങൾക്ക് ഈ ഗ്രന്ഥത്തോടുള്ള ഒരു ബന്ധവുമാണ്. മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. ഈ ഗ്രന്ഥം അത് സമൂഹത്തോട് എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് നരവംശ ശാസ്ത്ര സമീപനം. ഇത് അല്പ സ്പീഡിലാ പോകുന്നതെന്ന് അറിയാം, പക്ഷെ ഇത് നിങ്ങൾക്ക് ആ ടെക്സ്റ്റിൽ നിന്ന് വായിച്ചാലും വളരെ ക്ലിയർ ആണ്. പിന്നെ ഈ ടേംസിൽ തന്നെ അതിന്റെ എക്സ്പ്ലനേഷനും കുറെയൊക്കെ വരുന്നുണ്ട്. നരവംശ ശാസ്ത്ര സമീപനം, അതായത് ഇവിടെ
നരൻ മനുഷ്യൻ, മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് കിടക്കുന്നത്. അതായത് മതം, ഭാഷ, കല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യാഖ്യാനത്തിൽ നമുക്ക് അനിവാര്യമാണ്. ഇനി അടുത്തത് വിമോചന സന്ദർഭാധിഷ്ഠിത വ്യാഖ്യാനങ്ങള്. ഇവിടെ പ്രധാനമായിട്ടും വിമോചന സമീപനം, അതിന്റെ തന്നെ ഒരു പാർട്ടായിട്ട് നമുക്ക് പറയാം സ്ത്രീപക്ഷ സമീപനം എന്നുള്ളതൊക്കെ ഇവിടെ വരുന്നത്. ഇനി വിമോചന സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലിബറേഷൻ തിയോളജിയുടെ ഭാഗമായിട്ട് ഉത്ഭവിച്ചതാണ്. ലാറ്റിൻ അമേരിക്കയില് നമുക്കറിയാം ലിബറേഷൻ തിയോളജിയുടെ എമർജൻസിയോടുകൂടെ വന്നിരിക്കുന്ന ഒന്നാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിനെ ഇന്നത്തെ കാലത്തിന് അനുയോജ്യമാക്കിക്കൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ നൽകുക. അതുപോലെ തന്നെ സ്ത്രീപക്ഷ സമീപനം, ഇത് വളരെയേറെ വിഷയങ്ങൾ ഇന്ന് നിലനിൽക്കുന്ന ഒന്നാണ്. ഈ സ്ത്രീപക്ഷ സമീപനം കുറെയൊക്കെ ഒരു എക്സ്ട്രീമിസത്തിലേക്ക് അത് പോയിട്ടുണ്ട്. അതായത് വിമൻസ് ബൈബിൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളൊക്കെ കണ്ടു കാണും. ഇവിടെ ഈ നമുക്കറിയാം ഫെമിനിസ്റ്റ് മൂവ്മെന്റും ഒക്കെ ആയിട്ട് ഇത് വളരെയേറെ ആദ്യത്തെ വിമോചന സമീപനം ഇത്രേ ഉള്ളൂ. അതായത് ലിബറേഷൻ തിയോളജിയുടെ ഒക്കെ ഒരു ഭാഗമായിക്കൊണ്ട് ലാറ്റിൻ അമേരിക്കയില് രൂപം കൊണ്ട ലിബറേഷൻ തിയോളജിയുടെ ഭാഗമായിക്കൊണ്ടാണ് ഈ രീതികളൊക്കെ ഇന്ന് ഉത്ഭവിച്ചിട്ടുള്ളത്. അതിലെ ഒരു ഭാഗമാണ് വിമോചന സമീപനം. അതായത് ഈ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുക, പാവങ്ങളുടെ പക്ഷം ചേരുക, ഈ കാഴ്ചപ്പാടുകളൊക്കെയാണ് ഇവിടെ വരുന്നത്. രണ്ടാമത്തേതാണ് ഞാൻ പറയുന്നത് സ്ത്രീപക്ഷ സമീപനം എന്ന് നമ്മൾ കാണുന്നത്. ഈ സ്ത്രീപക്ഷ സമീപനത്തിൻ്റെ അകത്താണ്, അതായത് ഫെമിനിസ്റ്റ് മൂവ്മെന്റില് ആദ്യം ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ആണല്ലോ, ഫോർ വേവ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്ന കാര്യങ്ങളാണ് ഫെമിനിസം. അവിടെ ഈ സ്ത്രീകള് അതിന്റെ തിയോളജി അല്ലെങ്കിൽ സ്ത്രീകള് ചിന്തിക്കാൻ തുടങ്ങി. ഒപ്രസീവ്, അതായത് അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായിട്ട് അവർ തന്നെ മാറിക്കഴിഞ്ഞപ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങി, അവർ പഠിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും ബിബ്ലിക്കുമും അതുപോലെ തന്നെ ജെറുസലേമിലെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകൾക്കും ബൈബിൾ പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടി. ഇങ്ങനെ അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞ എല്ലാ തരത്തിലും അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം ഇവര് ആശ്വാസം തേടി ബൈബിളിനെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് അതിലും കഷ്ടമായി പോയി. കാരണം ഇവിടെ ദൈവം എന്ന് പറയുന്ന ദൈവത്തെ പറയുന്നത് എന്നതാണ് മാസ്കുലിൻ. ഇവിടെ ദൈവം ഒരിക്കലും വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവത്തെ ഒരു സ്ത്രീയായിട്ട് ചിത്രീകരിക്കുന്നില്ല. വീണ്ടും നിങ്ങൾ ബൈബിൾ പണ്ഡിതരാണെന്നറിയാം. റൂവാഹ് എന്ന് പറയുന്ന പരിശുദ്ധ ത്രിത്വം, പരിശുദ്ധ റൂവാഹ് എന്ന് പറയുന്ന ഹീബ്രു ടേം തന്നെ ഫെമിനിൻ നൗൺ ആണ്. അതൊക്കെ ഇതിന്റെ അകത്ത് അല്പം മാറി നിൽക്കട്ടെ. അപ്പോൾ ഈ ഫെമിനിസ്റ്റ് തിയോളജിയൻസ് ബൈബിളിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്ന് ദൈവം തന്നെ ഒരു മാസ്കുലിൻ, അതായത് മാസ്കുലിൻ നൗൺ ആണ് ഗോഡ് എന്ന് പറയുന്നത്. പിന്നെ ബൈബിളിനെ ഒരു ക്ലോസ് അനാലിസിസ് നടത്തി കഴിഞ്ഞപ്പോൾ ഒന്ന് വരികൾക്കിടയിലൂടെ ഒരു വായന നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് മുഴുവനും ഒരു പാട്രിയാർക്കിയുടെ ഇൻഫ്ലുവൻസ് ഇതിന്റെ അകത്തുണ്ടെന്ന്. അതുകൊണ്ട് അവരെന്താ ചെയ്തു, ഈ ജെൻഡർ മുഴുവൻ അങ്ങ് മാറ്റി മുഴുവനും ഫെമിനിസ്റ്റ് ബൈബിള്, വിമൻസ് ബൈബിള് അവര് വിമൻസ് ബൈബിൾ എന്ന് പറഞ്ഞ ഒരു ബൈബിള് എടുത്തു, ബൈബിളിന് രൂപം കൊടുത്തു, വ്യാഖ്യാനങ്ങൾ. പക്ഷെ അതൊന്നും ഇന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. വീണ്ടും അടുത്തത് നമ്മൾ കാണുന്നത് തീവ്രവാദ വ്യാഖ്യാനം. പേര് ഇവിടെ തന്നെ അത് ക്ലിയർ ആണ്. പേരിൽ തന്നെ ബൈബിളിന്റെ ചരിത്രപരമായ ഉത്ഭവ വികാസങ്ങളെ ഒട്ടും വകവയ്ക്കാതെ രേഖപ്പെടുത്തപ്പെട്ടവയെ അക്ഷരം പ്രതി പരിഗണിക്കുന്ന ശൈലി. ഇനി നമ്മൾ കാണുന്നത് ആധുനിക വീക്ഷണങ്ങളാണ്. അസ്തിത്വാത്മക വ്യാഖ്യാനം, വ്യാഖ്യാതാവിന്റെ ജീവിതവും പുതിയ നിയമത്തിലെ ജീവിതവും തമ്മിലുള്ള ഒരു താദാത്മ്യം. അടുത്തത് വ്യാഖ്യാന വലയ ഗഡാമറിന്റെ സിദ്ധാന്തം. അവിടെ ഗഡാമർ പറയുന്നത് അകലങ്ങളെ കുറിച്ചിട്ടുള്ള, അതായത് എഴുതപ്പെട്ട വ്യാഖ്യാന വലയം എന്ന് പറയുമ്പോൾ അകലം കുറയ്ക്കലാണ് ഇവിടെ പറയുന്നത്. അതായത് ഏതോ ഒരു കാലഘട്ടത്തിൽ എഴുതി ഇന്ന് ഇത് രണ്ടും ഗഡാമറിന്റെ റിക്കറിന്റെ ഏകദേശം ചേർന്ന് പോകുന്ന ഒന്നാണ്. അതായത് ഏതോ ഒരു കാലഘട്ടത്തിൽ എഴുതി അത് ഇന്ന് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി ഞാനതിനെ മാറ്റണം എന്നുള്ളതാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. അടുത്തത് റിക്കറിന്റെ, ഞാൻ പറഞ്ഞ ഏകദേശം ഇവരുടെ രണ്ടുപേരുടെയും ചിന്തകൾ അകലങ്ങൾ എന്ന വസ്തുതയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്.
പാഠഭാഗവും അതിന്റെ ഉറവിടവും തമ്മിലുള്ള അകലമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത നമ്മൾ കാണുന്നത് കത്തോലിക്ക വ്യാഖ്യാനവും പശ്ചാത്തല അറിവുകളും. ഇവിടെ വീണ്ടുവായന, അതുപോലെ തന്നെ പഴയ നിയമവും പുതിയ നിയമവും, ഇങ്ങനെ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ഇവിടെ. അതായത് നമ്മൾ ഇന്ന് ഈ പുസ്തകം നമ്മളുടേതായിട്ട് ഏതോ കാലഘട്ടത്തില് എപ്പോഴോ ആരോ എഴുതിയ അതിനെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ബോധ്യങ്ങളില്ല. ഇതിനെ ഇന്ന് നമ്മൾ നമ്മുടേതായിട്ട് വീണ്ടും അതിന് പുനർവായന നടത്തുക. രണ്ടാമത്തേത് പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ കണ്ട ഒന്നാണ്. അതായത് പഴയ നിയമത്തിന്റെ പൂർത്തീകരണം പുതിയ നിയമത്തിലാണ്. ഈ പുതിയ നിയമം മനസ്സിലാക്കാനായിട്ട് നമുക്ക് പഴയ നിയമം അതിൽ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമെങ്കിലും പുതിയ നിയമം മനസ്സിലാക്കാനായിട്ട് നമുക്ക് പഴയ നിയമവും അനിവാര്യമാണ്. ഒരു ഉദാഹരണത്തിന് പുതിയ നിയമ ഗ്രന്ഥകാരൻ പഴയ നിയമത്തെ വേദപുസ്തകം പഴയ നിയമത്തിന്റെ പൂർത്തീകരണം ക്രിസ്തുവിൽ കണ്ടെത്തി. 1 കൊരിന്തോസ് 15:3-5 എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മിശിഹ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. പഴയത് നമുക്കത് ഇങ്ങനെ നമുക്കത് വളരെ ക്ലിയർ ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞായിരുന്നു. പഴയ നിയമം പഠിക്കുമ്പോൾ അത് അതിൽ തന്നെ പഠിക്കുക. പക്ഷേ കത്തോലിക്കരായ ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അർത്ഥം നമുക്ക് പുതിയ നിയമത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നെ പുതിയ നിയമം പഠിക്കുമ്പോൾ നമുക്കതിന് ആ പഴയ നിയമത്തിന്റെ പൂർത്തീകരണങ്ങൾ പുതിയ നിയമത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. താങ്ക് യു.